السلام عليكم ورحمة الله. الحمد لله الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. ومن يسلم وجهه إلى الله وهو محسن فقد استمسك بالعروة الوثقى وإلى الله عاقبة الأمور. صدق الله العظيم. ബഹുമാനവും സ്നേഹവുമുള്ള എൻ്റെ മാതാപിതാക്കളെ, ജ്യേഷ്ഠാനുജന്മാരെ, സഹോദരി സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വീണ്ടും ജീവിതത്തിൻ്റെ ഒരു അനർഘമായ നിമിഷത്തെ അഭിമുഖീകരിക്കുന്നതിനും അതിന് സാക്ഷിയാവുന്നതിനും വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയ നിങ്ങളോട് സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തു പോരുന്ന സർവാധിനാഥനായ അല്ലാഹുവിനെ, സർവാനുഗ്രഹ സമ്പന്നനായ അല്ലാഹുവേ, ജീവിതത്തിൻ്റെ മരണം വരെയുള്ള സന്ദർഭങ്ങളിൽ പരമാവധി സൂക്ഷിക്കണമേ എന്ന് എന്നോട് സ്വയം നിർബന്ധവും ബാധ്യതയും എനിക്കുള്ളതോടൊപ്പം മുഴുവൻ ആളുകളെയും അല്ലാഹുവിൻ്റെ പേരിൽ ഞാൻ ഉണർത്തുകയും വസിയത്ത് ചെയ്യുകയുമാണ്. അല്ലാഹു നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങൾ വിട്ടുപുറത്ത് നമ്മോട് മാപ്പാക്കുകയും അവൻ്റെ ജന്നാത്തു നഈമിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളും നമുക്ക് വേണ്ടപ്പെട്ടവരും ഗുരുനാഥന്മാർ, നമ്മുടെ കുഞ്ഞിമക്കൾ, ജീവിതത്തിൽ അങ്ങനെ നാം ഓർക്കുമ്പോൾ നമുക്ക് പ്രയാസവും സങ്കടവും ഉണ്ടാവുന്ന ഒരുപാട് ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തു നഈമിൽ ഒരുമിച്ച് കൂട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവിനോട് സദാസമയം മുനാജാത്ത് നടത്തി അല്ലാഹുമായുള്ള ബന്ധം നിലനിർത്തി മുമ്പോട്ട് പോകാൻ അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
മതം എന്ന് പറയുന്നത്, ദീന് എന്ന് പറയുന്നത് എന്താണ് എന്നതിന് ഒരു നിർവചനവും വിശദീകരണവും എളിയ രൂപത്തിൽ നൽകുന്നതിന് വേണ്ടിയാണ് ഈ വൈകുന്നേരം ഈ മഹത്തായ സന്നിധിയിൽ നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു ഇത് നമ്മളിൽ നിന്ന് ഏറ്റവും നല്ല നെയ്യത്തോടുകൂടിയ ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രാർത്ഥനയും നെയ്യത്തുമില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറുന്നു. അങ്ങനെ നമ്മൾ എത്ര അമലുകൾ ചെയ്തതുകൊണ്ടും അള്ളാഹുവിന് നമ്മളിൽ നിന്ന് അങ്ങനെയുള്ള അമലുകൾ ആവശ്യമില്ല എന്ന് നമ്മോട് പറയാനാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദീൻ എന്താണ് എന്ന്, മതം എന്താണ് എന്ന് പഠിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ദീന് എനിക്കും നിങ്ങൾക്കും വളരെ വിശദമായിട്ടറിയാം. ഒരുപാട് കാലം നാം ദീനുമായി ബന്ധപ്പെട്ടവരും ഇപ്പോഴും ബന്ധപ്പെടുന്നവരുമാണ്. അങ്ങനെയുള്ള നമ്മോട് ഇനി ദീനിന് ഒരു പുതിയ ഡെഫിനിഷനോ പുതിയ നിർവചനമോ നൽകേണ്ടതില്ല. പക്ഷെ ദീൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ച രൂപത്തിൽ പഠിപ്പിക്കാനും നമുക്ക് പകർന്നു നൽകുവാനും, ഇന്ന് ദീൻ എന്ന് പറയുന്നതിനെ ഒരു തർക്ക കുതർക്ക വിതർക്കത്തിന്റെ വേദിയായി ദുരുപയോഗം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ സമുദായത്തിലെ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും അതിനെ യഥോചിതമായിട്ട് നിർവഹിക്കുവാൻ സാധിക്കുന്നില്ല എന്നതോടൊപ്പം അതിനെ ഉൾക്കൊള്ളാനിട്ട് സമുദായത്തിലെ നമ്മെ പോലെയുള്ള ആളുകൾക്ക് സമയവും നേരവുമില്ല എന്നതും ദുഃഖകരമായൊരു സത്യമാണ്. ദീന് എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളാരും എന്നോട് ദേഷ്യപ്പെടരുത്. ദീന് എന്നത് എന്താണ് എന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൽ നമ്മളായി മാറുന്നത് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും നമ്മൾ ആ പഴയ നമ്മൾ തന്നെയാണ്. ഞാൻ ആ പഴയ ഞാൻ തന്നെയാണ്. എനിക്ക് ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് ബോധവും ഒരുപാട് വിവരവും ഒക്കെ ഉണ്ട്. അറിവുമുണ്ട്, എനിക്ക് നിങ്ങൾക്കുമുണ്ട് ധാരാളം. പക്ഷെ ദീന് നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഈ ലോകത്ത് നീ ഏതൊക്കെ അറിവ് നേടുന്നതിന് മുമ്പ്, ഏതെല്ലാം അറിവുകൾ ഈ ലോകത്ത് വിശാലമായി കിടക്കുന്നുവോ ആ അറിവുകളെല്ലാം നേടുന്നതിന് മുമ്പ് നീ നേടേണ്ട ഒരറിവുണ്ട്. അത് നിന്നെ കുറിച്ചുള്ള അറിവാണ് നേടേണ്ടത്. നമുക്ക് നമ്മളാരാണ് എന്ന് അറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ദീന് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറാത്തത്. അതുകൊണ്ട് ദീൻ എന്താണ് എന്നതിന് ഒരുപാട് നിർവചനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ദീനിനെ വളരെ ക്രൂരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ദീൻ എന്ന് പറയുന്ന വളരെ സരസമായ സാരസമ്പൂർണമായ ഈ ഇസ്ലാം ദീനിനെ വളരെ അപരിഷ്കൃതമായ രൂപത്തിലും വളരെ മോശപ്പെട്ട സ്വഭാവത്തിലും നമ്മുടെ നാടുകളിൽ വിവരമുള്ള ആളുകൾ പോലും ദീനിനെ വ്യവസായവൽക്കരിക്കുകയോ കച്ചവടവൽക്കരിക്കുകയോ അതോടൊപ്പം സ്ഥാപനവൽക്കരിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല പറയുന്നത്, നമ്മളെ തന്നെ കുറ്റപ്പെടുത്താനാണ്. നമ്മൾ എന്നാണോ നമ്മെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നു അന്ന് മാത്രമേ ഞാനും നിങ്ങളും നന്നാവുകയുള്ളൂ. മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ ഒരിക്കലും നമ്മെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടില്ല. മറ്റുള്ളവരുടെ പോരായ്മകളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നത് എപ്പോഴും ഒരു നസീഹത്തോടു കൂടി ആവണമെന്നാണ് അള്ളാഹുവിന്റെ റസൂലും ഇസ്ലാം ദീനും എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത്. പക്ഷെ അത് നസീഹത്തല്ല. പരസ്പരമുള്ള തെറിയ അഭിഷേകങ്ങളും പരസ്പരമുള്ള ചളിവാരി എറിയലുകളും അതോടൊപ്പമുള്ള പലതുമായിട്ട് മാറുകയാണ് ദീന് എന്ന് പറയുന്നത്.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദീൻ എന്താണ് എന്നതിന് വളരെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് നമ്മൾ ഈ ക്യാമ്പയിനും ഈ പ്രവർത്തനങ്ങളുമായി വിട്ട് മുമ്പോട്ട് പോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെയും നിങ്ങളുടെയും മുമ്പിലുണ്ട്. സാമൂഹികവും സാമ്പത്തികവും ധാർമ്മികവും സദാചാരപരവും വിശ്വാസപരവുമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അത് മനുഷ്യനുള്ള കാലത്തോളം ഉണ്ടാവും. ഒരു സമുദായം എന്ന നിലക്ക്, ഒരു ജീവനുള്ള സമുദായം എന്ന നിലക്ക് ഈ സമുദായത്തിൽ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും, മനുഷ്യ സമൂഹത്തിലും ഉണ്ടാകും. ജീവസുറ്റ ഒരു സമൂഹം എന്ന നിലക്ക് സമൂഹത്തിൽ അത് സ്വാഭാവികമാണ്. പക്ഷെ സ്വാഭാവികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പിന്നോട്ട് പോകാൻ സാധ്യമല്ല. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ അടയാളങ്ങൾ സംഭവിക്കുമെന്ന് കരുതിയിട്ട് ആ അടയാളങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണമെന്നല്ല അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പറഞ്ഞത്. ആ അടയാളങ്ങളോട് മല്ലടിക്കണം. ആ അടയാളങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങൾ വേണമോ അതിൽ നിങ്ങൾ വ്യാപൃതരാകണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇതേപോലെ സമുദായത്തിലും സമൂഹത്തിലും ഉണ്ടാവുന്ന ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും, അതിനെന്താണ് ഈ ഒരു പരിഹാരം എന്നത് ആലോചിക്കുകയാണ് ഞാൻ നിങ്ങളും ചെയ്യേണ്ടത്. ആ പരിഹാരത്തിൽ എനിക്കെന്ത് ചെയ്യാനുണ്ട് എന്നത്, എൻ്റെ കുടുംബത്തിന് എന്താണ് അതിലുള്ള ബാധ്യത എന്നത്, ഇത് പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല. 10 ആളുകൾ പണ്ട് കാട്ടുപോയ കഥ പറയാറുണ്ട്. നമ്മളൊക്കെ ഒരുപാട് കേട്ടതായിരിക്കാം. എന്നാലും നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ആ സവിശേഷമായ ചിന്തയ്ക്ക് വേണ്ടി സമർപ്പിക്കട്ടെ. 10 ആൾ കാട്ടുപോയപ്പോ 10-ൽ ഒരാളെ എണ്ണാൻ ഏൽപ്പിച്ച കഥ പറയാറുണ്ട്. രസകരമായൊരു സംഭവം. കാടിന്റെ ഘോരാന്തതയിലൂടെ കടന്നു പോകുമ്പോ വല്ല പുലികളും അല്ലെങ്കിൽ വല്ല മൃഗങ്ങളും വേട്ടയാടി പോകുമോ എന്ന് കരുതിയിട്ട് ഒരാളെ നിശ്ചയിച്ചു എന്ന് പറയുന്നുണ്ട്. കാടിന്റെ അന്ധകാരമായ കാടുകളിലേക്ക് പ്രവേശിച്ചപ്പോ എണ്ണാൻ തുടങ്ങിയ നേരത്ത് പുറപ്പെട്ട 10 ആളില്ല, 9 ആളേ ഉള്ളൂ എന്നാണ് കഥ പറയുന്നത്. മാറി മാറി എണ്ണി നോക്കിയിട്ടും പലരും മാറി മാറി എണ്ണി നോക്കി, എല്ലാവരും എണ്ണിയിട്ടും 9 ആളേ ഉള്ളൂ. അതിൽ കൂട്ടത്തിലൊരു വിദ്വാൻ എണ്ണിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. അതെന്തായിരുന്നു? എണ്ണുന്ന ആള് അയാളെ കൂട്ടിയിരുന്നില്ല. അപ്പൊ എണ്ണുന്ന ആൾക്ക് 9 ആളെ കിട്ടിയിട്ടുള്ളൂ, പുറപ്പെട്ടത് 10 ആളുമാണ്. ഇതേപോലെയാണ് ഈ സമുദായത്തിൽ, ഈ സമൂഹത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴും പങ്കുവെക്കുമ്പോഴും പരിഹാരം എന്നതും അതേപോലെ ഓരോ വിഷയങ്ങളിലും ഓരോ ആളുകളുടെ നിലപാടും എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അതിലൊന്നുള്ള ആളല്ല എന്ന രീതിയിലാണ്. ആരാണെങ്കിലും, ഞാൻ നേതാക്കന്മാരെ കുറ്റപ്പെടുത്താൻ, എൻ്റെ ഈ പ്രസംഗം അവസാനിക്കുന്നത് വരെ അല്ലാഹുവേ ഒരു വ്യക്തിയെ തേജോവധം ചെയ്യാൻ എൻ്റെ നാവിനെ നീ വഴക്കല്ലേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ഈ പ്രസംഗപീഠത്തിൽ, എന്നല്ല ഏത് പ്രസംഗപീഠത്തിലും ഇന്ന് ആവശ്യം മനസ്സുകളോട് സംസാരിക്കേണ്ട ദഅവത്തിന്റെ, പ്രബോധനത്തിന്റെ അത്യന്തം ഗൗരവതലത്തിൽ ആലോചിക്കേണ്ട ഒരു സമയമാണ്. ഹൃദയമാണ് വിമലീകരിക്കപ്പെടേണ്ടത്. ദഅവത്തും അതേപോലെ ദീനും എന്നതുകൊണ്ട് ഉദ്ദേശമാക്കുന്നതും അതാണ്. കേവലം പുറംപൂച്ചായിട്ട് ഇന്ന് ദീൻ എന്ന് പറയുന്നത്, വിശിഷ്യ കേരളത്തിൽ നിങ്ങൾക്കറിയുമോ, ഒരുപാട് പ്രസ്ഥാനങ്ങളും ക്യാമ്പയിനുകളും സമ്മേളനങ്ങളും നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ആളുകൾക്കിടയിൽ ദീനിന്റെ സാമുദായിക സംവരണങ്ങളൊക്കെ ഭേദിച്ചുകൊണ്ട് ഈ സമുദായത്തിലും സമൂഹത്തിലും ഫ്രോഡുകൾ വർദ്ധിക്കുകയാണ്, താന്തോന്നികൾ വർദ്ധിക്കുകയാണ്. അതിൽ നിസാമുമാരുടെ പങ്ക്, അതേപോലെയുള്ള ഒരുപാട് ഹുസൈനുമാരുടെ പങ്ക്, അതേപോലെയുള്ള മുസ്ലിം സമുദായത്തിലെ മുസ്ലിം സ്പിരിറ്റുള്ള ആളുകളുടെ പങ്ക് വർദ്ധിച്ചു വരികയുമാണ്. പരിശുദ്ധ ഖുർആനിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ലോകത്ത് ഇന്ന് സാമുദായികമായ ഏറ്റവും ഉയർച്ചയുള്ള ഈ സമയം എന്തുകൊണ്ട് ഉണ്ടായി എന്ന ചോദ്യത്തിന് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മുടെ സംഘടനയോ നേതാക്കന്മാരോ അതല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു സംഗതിയും അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ കലാമ് കൊണ്ട് മാത്രമാണ്. ലോകത്ത് എന്തൊക്കെ തർക്കമുണ്ടെങ്കിലും, ലോകത്ത് ഏതൊക്കെ വിഷയത്തിൽ ആളുകൾ ഏതൊക്കെ തർക്കങ്ങൾ ഉന്നയിക്കാറുണ്ടെങ്കിലും, അൽഹംദുലില്ലാഹ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇപ്പം പറയുന്നു, ഒരുപക്ഷെ അടുത്ത ആഴ്ച ഒരു പരിപാടി വെച്ചിട്ട് എന്നെ വിളിക്കുമ്പോൾ എനിക്കിങ്ങനെ പറയാൻ പറ്റും എന്ന് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നില്ല. കാരണം അത്രമാത്രം സങ്കീർണമാണ്. നേതൃത്വവൽക്കരിക്കപ്പെടുകയോ അതല്ലെങ്കിൽ സ്ഥാപനവൽക്കരിക്കപ്പെടുകയോ ചെയ്യുന്ന സംഘടനകളും സാമുദായികമായ അവസ്ഥകളും സങ്കീർണമാവുകയാണ്. അതിന് അല്ലാഹുവോട് ദുആ ചെയ്യുകയല്ലാതെ മറ്റൊരു പരിഹാരവുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങളെ ഖുർആൻ എന്ന് ഇന്ന് വരെ ആരും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. ഇനി നിങ്ങളാരോ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. സംഘടന ധാരാളമുണ്ട് ഇവിടെ. ഈ സംഘടനകളിൽ ഒരു സംഘടന പോലും ഞങ്ങളെ ഖുർആൻ എന്ന് വിശേഷിപ്പിച്ചതായിട്ട് എവിടെയും കാണുന്നില്ല. പടച്ച റബ്ബ് കാത്തു രക്ഷിക്കുമാറാവട്ടെ ഈ സമുദായത്തെ.
അത് നല്ല ഒരു സൂചനയാണ്. ലോകത്ത് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഒന്നിപ്പിച്ചു നിർത്തുന്ന, ഇന്ന് ഇസ്ലാം 21ാം നൂറ്റാണ്ടിലും അതിന്റെ രാജപാതയിലൂടെ മുമ്പോട്ട് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, പ്രിയപ്പെട്ടവരെ, ഖുർആനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനെ നമ്മുടെ ജീവിതത്തിലെ ഒരു കടാവിളക്കായിട്ട് നമ്മൾ എന്ന് സ്വീകരിക്കുന്നുവോ അന്നാണ് നമ്മൾ രക്ഷപ്പെടുക. ലോകത്ത് ഇന്നും ലോക യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ പരിശുദ്ധ ഖുർആൻ റിസർച്ച് ഗ്രന്ഥമാണ് എന്ന് നിങ്ങൾ അറിയുമോ? ഒരു വേദഗ്രന്ഥത്തിനും ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. മറ്റൊരു വേദഗ്രന്ഥങ്ങൾക്കും അവകാശപ്പെടാനില്ലാത്ത, സെമിറ്റിക് മതത്തിൽ പോലും വളരെ വലിയ മതവും വളരെ വലിയ വേദവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പലതും ഇവിടെ ഉണ്ടായിട്ട് ലോകത്ത് തലയെടുപ്പുള്ള പല യൂണിവേഴ്സിറ്റികളിലും പരിശുദ്ധ ഖുർആൻ അവിടെ ഇന്നും അത് റിസർച്ച് ഗ്രന്ഥമാണ്. ലാബറട്ടറിയിൽ ഓരോ ലാബ് ടെസ്റ്റുകളും ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, ഇസ്ലാമും ഇസ്ലാമിന്റെ വിശേഷങ്ങളും പരിശുദ്ധ ഖുർആനാകുന്ന ആ മഹത്തായ ഊർജത്തിൽ നിന്നുകൊണ്ടുള്ള സ്രോതസ്, ആ സ്രോതസ്സിൽ നിന്ന് ഊർജം സ്വീകരിച്ചത് കൊണ്ടാണ് എന്ന് നമ്മൾ അഭിമാനപൂർവം ആലോചിക്കാൻ വേണ്ടിയാണിത് പറയുന്നത്. ഒരു സംഭവം ഞാൻ പറഞ്ഞോട്ടെ. എന്റെ മുമ്പിൽ ഇത് ചെറുപ്പക്കാരും അതേപോലെയുള്ള ആളുകളും, ഇന്ന് സോഷ്യൽ മീഡിയ എന്നത് വളരെ പ്രധാനമാണ്. എല്ലാ ആളുകളുടെയും മടിയിൽ ഈ സോഷ്യൽ മീഡിയയുണ്ട്. അത് അല്ലാഹു ഈ സമുദായത്തിന് ഏറ്റവും ഹൈറായ നിലക്ക് ഉപയോഗപ്പെടുത്താനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. ഏറ്റവും ഹൈറായ രൂപത്തിൽ ഈ സോഷ്യൽ മീഡിയയെ, ഫേസ്ബുക്കും വാട്സപ്പും എന്നൊക്കെ പറയുന്ന സോഷ്യൽ മീഡിയ വളരെ ശക്തമായൊരു മീഡിയ, അള്ളാഹു നമുക്ക് നൽകിയ ഒരു സമ്മാനമാണത്. ഞാൻ പറയാണ്, ദഅവത്ത് ചെയ്യാൻ ഇതേപോലെയുള്ള ഒരു സമ്മാനം വേറെ ഇല്ല എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു. ഏത് സാധനങ്ങളെയും ഏത് സാങ്കേതിക വിദ്യകളെയും ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ആ സാധ്യതയിൽ ഏറ്റവും നല്ല ഉപയോഗപ്പെടുത്തുന്ന വിഭാഗമായിരിക്കണം ഇസ്ലാമും മുസ്ലിമും. കാരണം നമ്മളെ കയ്യിൽ ഏറ്റവും നല്ല ഒരു ഐഡിയോളജി ഉണ്ട്, ആദർശമുണ്ട്, മറ്റാർക്കുമില്ലാത്തത്. എന്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് പോലും ന്യൂനപക്ഷത്തിലെ ഏറ്റവും പ്രബലമായ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നതിന്റെ ആൻസർ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇസ്ലാം എന്നത് ഏറ്റവും നല്ല ഒരു ഐഡിയോളജിയും ആദർശ സംഹിതയുമായതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇസ്ലാമില് വേറെ എന്താ ഉള്ളത്? ഇസ്ലാമിന്റെ ആളുകളെ കേരളം വിട്ടാൽ നിങ്ങൾക്കറിയോ? കേരളം വിട്ടാലുള്ള സംസ്ഥാനങ്ങളിൽ ഇസ്ലാമിന്റെ ആളുകളെ കണ്ടുകൊണ്ട് ഒരാൾ പോലും ഇസ്ലാമിനെ മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമാണ്. ഇസ്ലാം എന്നത് അതിന്റെ യഥാർത്ഥ ഊർജത്തിൽ നിന്ന്, ഖുർആനാകുന്ന ഊർജം, ലോകത്ത് ഇന്നും ബ്രിട്ടനിൽ ഒരു പെർ ഡേ 150, എനിക്കറിയുമോ തെറ്റാണെന്നോ എന്നറിയില്ല, വളരെ കുറച്ച് മുമ്പുള്ള കണക്കാണ്, പെർ ഡേ 150ഓളം ആളുകൾ, ബ്രിട്ടീഷുകാരും ബ്രിട്ടനും ഒക്കെ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നും, അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ഹിലാരി ക്ലിന്റൺ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, അമേരിക്കയിലെ ഇന്ന് ഏറ്റവും പ്രചാരമുള്ള മതം ഇസ്ലാമാണ് എന്ന്. അഭിമാനിക്കൂ നമ്മൾ. ആ ഇസ്ലാമിന്റെ പേരിലാണ് നമ്മൾ ഈ ഒത്തുകൂടിയിട്ടുള്ളത്. ഈ മഹാഭാഗ്യം. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്താദൈനാ ലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ ഫഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിതുൽ അഖ്ദാമ ഇല്ലാ ഖീനാ والمشركون قد بغوا علينا وإن أرادوا فتنة بينا. اللهم لولا أنت ما اهتدينا. അള്ളാഹു ഈ സന്മാർഗ പാന്താവ് നമുക്കും നമ്മുടെ കുടുംബത്തിനും ലോകത്തിനും വെളിച്ചമായി നൽകി എന്നത്. اللهم لولا أنت ما اهتدينا لا تصدقنا ولا صلينا. അള്ളാഹുവിനെ എത്ര പുകൾ കൊണ്ടാലും, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാതെ ഒരായുഷ്കാലം മുഴുവൻ നമ്മൾ സുജൂദിൽ കിടന്നാലും അള്ളാഹുവേ അത് മതിയാവുകയില്ല തമ്പുരാനെ. അള്ളാഹുവേ ഈ പ്രപഞ്ചത്തിന്റെ കൗതുകങ്ങളും കരവിരുതുകളും കണ്ടിട്ട് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. നരകത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിർഭാഗ്യവാന്മാരാണ്. പടച്ചോന്റെ സന്മാർഗം എന്നത് ലോകത്ത് ഇന്ന് ഏറ്റവും അതിശയോക്തിയോടുകൂടിയും അത്ഭുതത്തോടുകൂടിയും വിവരമുള്ള ആളുകൾ നോക്കി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്.
അല്ലാഹുമ്മ ലൗലാ അൻത മഹ്താദൈന ലാ തസദ്ദഖന. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഇരിക്കായിരുന്നോ? എന്തിനാണ് ഈ വൈകുന്നേര സമയം എന്തിനാണ് ഈ കുട്ടികളും ഈ സ്ത്രീകളും ഇവിടെ വന്നിരിക്കുന്നത്? ആരെ ബോധ്യപ്പെടുത്താനാണ്? ആരോടുള്ള കണക്ക് ബോധ്യപ്പെടുത്താനാണ്? ആരെ അടച്ചിരുത്താനാണ്? ഒന്നുമല്ല. സ്വന്തത്തോടുള്ള ജിഹാദിന്റെയും സ്വന്തത്തോടുള്ള ബാധ്യതയുടെയും കണക്ക് പുസ്തകത്തിൽ, ആ കണക്ക് പുസ്തകത്തിൽ ഒന്ന് വരവ് വെക്കാൻ വേണ്ടിയാണ്, അല്ലാതെ വേറൊന്നിനല്ല. അതുകൊണ്ട് റബ്ബേ ഫഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിത്തിൽ അഖ്ദാമ ഇല്ലാ ഖീനാ. ലോക ഇസ്ലാമിക സമുദായത്തിന് അല്ലാഹുവേ നീ സമാധാനം ഇറക്കിയിട്ട് ഈ സമുദായത്തെ ധൈര്യത്തോടുകൂടി നിലനിർത്തണമേ തമ്പുരാനെ. വൽ മുശ്രികൂന ഖദ് ബഗൗ അലൈനാ. ഇസ്ലാമിനെ എതിർക്കുക എന്നത് ജോലിയായി സ്വീകരിച്ച ആളുകൾ കാലഘട്ടത്തിന്റെ ഒരു നിയോഗം പോലെ, ചരിത്രത്തിന്റെ നിയോഗം പോലെ ഈ കാലഘട്ടത്തിലുമുണ്ട് തമ്പുരാനെ. വൽ മുശ്രികൂന ഖദ് ബഗൗ അലൈനാ وإن أرادوا فتنة آبينا. ഞങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അള്ളാഹുവിന്റെ റസൂൽ ഖന്തക്കിന്റെ യുദ്ധത്തിന്റെ കിടങ്ങ് കയറുന്ന പാവപ്പെട്ട സഹാബത്തിന് വയറിൽ കല്ല് വെച്ച് കെട്ടിക്കൊണ്ട് വിശപ്പും അതേപോലെ മറ്റുള്ള സംഘടനകളും എല്ലാം മാറ്റിവെച്ചിട്ട് ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു പറ്റം സഹാബത്തിന് വേണ്ടി അവർക്ക് ഊർജം കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പാടിക്കൊടുത്ത ഇസ്ലാമിന്റെ ധീരമായ വാക്കുകളാണിത്. ഇത് പാടണം നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ. ഞാൻ എന്താ പറഞ്ഞത്? അത്രയും നമ്മൾ വിശേഷപ്പെട്ട ഒരു സമുദായമായി മാറുകയാണ്. ഒരുപക്ഷെ നമുക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് എന്നതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ഈ രാജപാതയെ നമ്മൾ ഒരിക്കലും കൈയൊഴിക്കാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ടവരെ. അതൊരു തെളിച്ചവും വെളിച്ചവുമായി, ചന്ദ്രന്റെ നിലാവ് പോലെ, ആകാശത്തിന്റെ തെളിമ പോലെ, സൂര്യന്റെ കാന്തി പോലെ, സൂര്യന്റെ തേജസ് പോലെ നമ്മുടെ ഉള്ളുകളിൽ എപ്പോഴും പ്രഭാവലയം സൃഷ്ടിക്കേണ്ടതാണ്. അതാണ് വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിനുൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ വഇലല്ലാഹി ആഖിബത്തുൽ ഉമൂർ ومن كفر فلا يحزنك كفره إلينا مرجعهم فننبئهم بما عملوا إن الله عليم بذات الصدور. അല്ലാഹു പറയുന്നു വമൻ യുസ്ലിം വജ്ഹു ഇലല്ലാഹ്. അല്ലാഹുവിന്റെ നേരെ സ്വന്തം മനസ്സിനെയും ഹൃദയത്തെയും കണ്ണുകളെയും തുറന്നു പിടിച്ച ആളുകളെ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടണ്ട. നിങ്ങൾ ഒരു സംഘടനയും കാണണ്ട, ഒരു നേതാവിനെയും കാണണ്ട, അള്ളാനെ കണ്ടാ മതി. റബ്ബ് നിങ്ങളുടെ മനസ്സിൽ ഒരു വലയം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുമ്മ ലൗലാ അൻത മഹ്താദൈന, പടച്ചോനെ നീ സന്മാർഗം നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇതേപോലെ നന്മ ചെയ്യുമായിരുന്നില്ല റബ്ബേ, ഞങ്ങൾ ഇങ്ങനൊന്നും ആകുമായിരുന്നില്ല. അങ്ങനെ നിങ്ങൾ അല്ലാഹുവിന്റെ ഈ അമാനുഷികമായ ഈ ഒരു പാതയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പുള്ള കയറാണ് പിടിച്ചതെന്നാണ് അല്ലാഹ് പറയുന്നത്. ആരും ബേജാറാവണ്ട. നിങ്ങൾ ഏറ്റവും ശക്തമായ കയറാണ് പിടിച്ചിട്ടുള്ളത്, ഏറ്റവും ഫലവത്തായ കയറാണ് നിങ്ങൾ പിടിച്ചിട്ടുള്ളത്. 21-ാം നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ഫലപ്പെട്ട കയറാണ് നിങ്ങൾ പിടിച്ചിട്ടുള്ളത്. ഇതിനേക്കാൾ വലിയ ഒരു ഫലപ്പെട്ട, ഇതിനേക്കാൾ വലിയ ശക്തമായ ഒരു പാർശ്വം നിങ്ങൾക്കില്ല എന്ന് ലോകത്തിന്റെ വെളിച്ചമായ പരിശുദ്ധ ഖുർആൻ, ലോക യൂണിവേഴ്സിറ്റികളിൽ ഇന്നും റിസർച്ച് ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, ലോകത്തിന്റെ മുമ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഖുർആൻ, ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും അഭിമാനമായ ഖുർആൻ നമ്മോട് പറയുകയാണ്. നമ്മളിനി ബേജാറാവണ്ട. പടച്ചോനെ സമുദായം കേടുവന്നുപോയി, ആളുകളൊക്കെ പഴിച്ചുപോയി, നേതാക്കന്മാരൊക്കെ പഴിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് സ്വന്തത്തെ നമ്മളാരും മറക്കണ്ട. പരിശുദ്ധ ഖുർആനും അല്ലാഹുവിന്റെ വചനവും നിങ്ങൾ ഏറ്റവും നല്ല പാർശ്വത്തെയാണ് മുറുകെ പിടിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട. വമൻ കഫറ ഫലാ യഹ്സുൻക കുഫ്റുഹു വമൻ കഫറ ഫലാ യഹ്സുൻക കുഫ്റുഹു ഇലൈനാ മർജിഉഹും ഫനുനബ്ബിഹും ബിമാ അമിലു ഇന്നല്ലാഹ അലീമും ബിദാത്തിസ് സുദൂർ. ഇനി ആരെങ്കിലുമൊക്കെ കുഫ്രിയത്വം പറഞ്ഞ് ഗർവാപ്പസി അടിക്കുകയാണെങ്കിൽ ആരും ബേജാറാവണ്ട. ഇന്ന് ഗർവാപ്പസിയാണല്ലോ സമുദായം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം. അത് സമുദായത്തിന്റെ അകത്തുണ്ട് ഗർവാപ്പസി നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരും ബേജാറാവണ്ട. സ്വന്തം കുടുംബത്തിലെ ഗർവാപ്പസി ഉണ്ട്. തറവാട് എന്ന് പറഞ്ഞിട്ട് പലർക്കും പലതും തോന്നുകയാണ്. അത് ചരിത്രത്തിന്റെ നിയോഗമാണ്.
അള്ളാഹ് ഈ ആദർശം കൊണ്ട് സുഹൃത്തുക്കളെ എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ഉണ്ട്. എന്താ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഈ ആദർശം കൊണ്ട് കാലുകൾക്ക് ഉറപ്പ് നൽകണമേ തമ്പുരാനെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പാടിക്കൊടുത്തില്ലേ? ആകാശത്തുനിന്ന് കിട്ടേണ്ട ഉറപ്പാണത്. അത് എനിക്കും നിങ്ങൾക്കും ഒരുമിച്ചിരുന്നാൽ എത്ര വലിയ ആൾക്കൂട്ടങ്ങളാണെങ്കിലും വെറുതെ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആൾക്കൂട്ടങ്ങളുണ്ട്? ആ ഉറപ്പ് കിട്ടുന്നുണ്ടോ? ആൾക്കൂട്ടങ്ങൾക്ക് ഉറപ്പ് കിട്ടുന്നില്ല സഹോദരങ്ങളെ. ഇസ്ലാം എന്നും ന്യൂനപക്ഷമാണ്. ഇസ്ലാം എന്നും ന്യൂനപക്ഷമാണ്. പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളെ പരിചയപ്പെടുമ്പോ എന്നും പാവം പ്രവാചകന്മാരും ന്യൂനപക്ഷവുമാണ്. അതുകൊണ്ട് അതൊന്നും നമ്മൾ ഒരിക്കലും ഒരു അടിസ്ഥാനമായി സ്വീകരിക്കണ്ട. അതൊന്നും അടിസ്ഥാനമല്ല. ആദർശവും അതിന്റെ മഹിമയുമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആദർശം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണെന്ന്. ആദർശം മനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതാണ് ഏറ്റവും പ്രധാനം. ആളുകൾ എന്തൊക്കെയോ പറയുന്നു, ആളുകൾ പലതും കാണിക്കുന്നു. അതുകൊണ്ട് ഫലാ യഹ്സുൻക കുഫ്റുഹു, അങ്ങനെ അവരെ ആ കുഫ്രിയത്ത് കണ്ടുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട. അങ്ങനെ ബേജാറാവണ്ട. അവരൊക്കെ നമ്മളരികിലേക്ക് മടങ്ങി വരും, നമ്മൾ അവരെ കണ്ടോളും. അല്ലാഹ് നമുക്ക് തന്നൊരു പ്രോമിസാണ്, ഞാൻ അവരെ കണ്ടോളും. സുമ്മ ഇന്ന ഇലൈനാ ഇയാബഹും, ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. വിശ്വസിക്കുന്നില്ലേ നമ്മള്? പിന്നെ എന്തിനാ നമ്മൾ ഈ ടെൻഷൻ അടിക്കുന്നത്? മറ്റുള്ള ആളുകളെ നോക്കിയിട്ട് ടെൻഷൻ അടിക്കണ്ട. ഇത് പ്രവാചകൻ ഏറ്റവും വലിയ ഡ്യൂട്ടി നിർവഹിക്കാൻ വന്ന റസൂലിനോട് അള്ളാഹ് പറഞ്ഞാണ്. അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. അള്ളാഹ് പറയാണ്, അങ്ങനെയുള്ളതൊന്നും കണ്ടു നിങ്ങൾ ബേജാറാവണ്ട, ഞാൻ കൊടുത്തോളും, അതൊക്കെ ഞാൻ തീരുമാനിച്ചോളും. നിങ്ങൾ കാര്യങ്ങളും വിശ്വാസവും അതിന്റെ പ്രചാരണവുമായിട്ട് മുമ്പോട്ട് പോവുക, അതിന്റെ പ്രചാരണവുമായിട്ട് മുമ്പോട്ട് പോവുക. അങ്ങനെ നിങ്ങൾ യഥാർത്ഥ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ഗിഫ്റ്റ് ഞാൻ നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്താ ഗിഫ്റ്റ്? നമ്മൾ ഒരുപാട് കാലമായി കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും വിചാരിക്കാറുള്ളത് ആ ഗിഫ്റ്റ് നൽകപ്പെടുന്നവരോ അല്ലെങ്കിൽ അത് കിട്ടുന്നവരോ സമുദായത്തിലെ കുറച്ച് മുകൾ തട്ടിലുള്ള ആളുകളോ അല്ലെങ്കിൽ അതേപോലെയുള്ള ചില ആളുകൾക്കോ കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് വന്നുപോയ ഒരുപാട് തകരാറുകളിൽപ്പെട്ട ഒരു തകരാറാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഏത്? നമ്മളങ്ങട്ട് വ്യാഖ്യാനിക്കുകയാണ് ഇസ്ലാം എന്താണ്, നാട്ടിൽ എന്തൊക്കെയോ കാണുന്നുണ്ട്, അതിനനുസരിച്ച് കാര്യങ്ങളെ. അതല്ല, ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഊർജം സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമുക്കൊക്കെ അറിയാവുന്ന ഒരു സൂക്തമാണത്. അലാ ഇന്ന ഔലിയ, അള്ളാഹിന്റെ ഔലിയാക്കന്മാരെന്ന് പറയുന്നത് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് അമലു സ്വാലിഹാത്തുകൾ ചെയ്ത് പടച്ചോനെ കിടക്കുന്ന ഖബർ വിശാലമാക്കി തരണേ റബ്ബേ, അവിടെ വരുന്ന മുൻകറും നക്കീറും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഒരു ആയുഷ്കാലത്തിന്റെ സുഗന്ധം അള്ളാഹുവേ ഈ ജീവിതത്തിലൂടെ സ്വായത്തമാക്കാൻ ഞങ്ങളുടെ പ്രവർത്തനം മതിയാക്കണമേ തമ്പുരാനെ എന്ന് ദുആ ചെയ്ത് നടക്കുന്ന പാവങ്ങളായ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതൊക്കെ അത്ഭുതകരമായൊരു സംഗതിയാണ്. ഈ സദസ്സിനെ പിരിഞ്ഞു പോകുമ്പോ പ്രസംഗിച്ച എനിക്കൊരു മാർക്കും ഉണ്ടാവില്ല. ഞാനിത് നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടും നാട്ടുകാരെ കേൾപ്പിക്കാനുള്ള റിയാലിന്റെ ഒരു വാക്കാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾ കേട്ടത്ര പോലും മാർക്ക് ഉണ്ടാവില്ല. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ അതാണ്. മാർക്കിടുന്നത് നേതാക്കന്മാരല്ല, സംഘടനയല്ല മാർക്കിടുന്നത്, സംഘാടകരല്ല. മുകളിലുള്ള ശക്തനായ അള്ളാഹുവാണ്, എല്ലാം അറിയുന്ന തമ്പുരാനാണ്. ഈ ഗേറ്റും കടന്ന് നിങ്ങൾ പോകുമ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയ 100 ആളുകളുണ്ടെങ്കിൽ 100 ആളുകൾക്കും 100 മാർക്ക് വീതം അള്ളാഹു നൽകും. അത് വ്യത്യസ്തമായ മാർക്കുകളായിരിക്കും. അതാണ് ഇസ്ലാം ദീൻ. അവിടുന്ന് പഠിച്ചോളൂ ഇസ്ലാം ദീൻ എന്താന്ന്. സമുദായത്തിലെ ഏറ്റവും വലിയ നേതാവ് അവിടെ പങ്കെടുത്തോ ആ നേതാവിനായിരിക്കും മാർക്ക് എന്നൊക്കെ നമ്മളെ തോന്നലാണ്. അവിടെ ഒരുമിച്ച് കൂടിയ ഒരു പാവപ്പെട്ട മനുഷ്യനാ വേദിയുടെയോ സദസ്സിന്റെയോ പിന്നിൽ എവിടെയോ വന്ന് മെല്ലെ ഇരുന്ന് കൊക്കിച്ചാടി വന്ന് ഇരുന്നിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് പോകുമ്പോ അയാൾക്കായിരിക്കാം 100ൽ 100 ആ ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞ്. അവിടുന്ന് വേണം ഇസ്ലാമിനെ മനസ്സിലാക്കാൻ. ഇത് പാവങ്ങളുടെ ദീനാണ്. ഇത് മുതലാളിമാരുടെ ദീന് മാത്രമൊന്നല്ല. മുതലാളിമാർക്ക് ദീനിൽ സ്ഥാനമല്ല എന്നല്ല പറഞ്ഞത്. സത്യത്തിൽ ദീനിനെ പരിചയപ്പെടുന്നത് പാവങ്ങൾക്ക് വേണ്ടിയാണ്.
ഖുർആൻ പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച പരിശുദ്ധ ഖുർആൻ. ലോകത്തൊരു വേദഗ്രന്ഥം അങ്ങനെ സംസാരിച്ചിട്ടില്ല. നമ്മൾ അഭിമാനപൂർവ്വം ഓർക്കേണ്ട കാര്യം അതൊക്കെ, അഭിമാനപൂർവ്വം ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. നിസ്കരിക്കാൻ പോകുന്ന ഒരു മനുഷ്യനെ നോക്കിയിട്ട് ഇസ്ലാം ദീൻ അവനെ സ്വർഗത്തിലെ ടിക്കറ്റ് കൊടുക്കുന്നില്ല. നിസ്കരിക്കുന്ന ആളോട് ഖുർആൻ പറയുന്നു നീ കപടനാണ് എന്ന്. അവൻ പറഞ്ഞ ഖുർആനാണ് നമ്മളെ ഖുർആൻ. റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കാൻ പോകുന്ന ഒരാളെ നോക്കിയിട്ട് അവൻ സ്വർഗത്തിലേക്കുള്ള ആളാണ് നമ്മൾ തീരുമാനിക്കാണ്. അള്ളാഹ് തീരുമാനിച്ചിട്ടില്ല. അത് ഹജ്ജ് കർമ്മം ചെയ്യാൻ പോകുന്ന ആളെ നമ്മൾ ഹാജി എന്ന് വിളിച്ച് നമ്മൾ ബഹുമാനിക്കാണ്. അള്ളാഹ് അങ്ങനെ വിളിക്കില്ല. അള്ളാഹ് വിളിക്കാനായിട്ട് പറഞ്ഞിട്ടുമില്ല. അത് നമ്മുടെ ദീനിൽ, നമ്മുടെ കൃത്രിമമായ ദീനിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ദുരാചാരങ്ങളാണ്. ഇപ്പോഴും നമ്മൾ ദുരാചാരത്തിന്റെ ആളുകളാണ് പലപ്പോഴും. അത് അള്ളാഹു തീരുമാനിച്ചതല്ല. പാവങ്ങളെ കണ്ടിട്ട് ആ പാവങ്ങളുടെ മുഖത്തേക്ക് നോക്കാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കണ്ടില്ലെന്ന് നടിച്ചിട്ട് നീ ബാങ്ക് കേൾക്കുമ്പം പള്ളിയിലേക്ക് പോകുന്നു. എന്നിട്ട് നീ ഏറ്റവും ഉന്നതമായ സഫിൽ നിൽക്കുന്നു, പള്ളിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. പക്ഷേ നിന്റെ അയൽക്കാരനായ പാവപ്പെട്ടവനെ ശ്രദ്ധിക്കുന്നില്ല. നിന്റെ കുടുംബത്തിലുള്ള പാവങ്ങളും അതേപോലെ നിന്റെ കുടുംബ ബന്ധങ്ങളും നീ ആലോചിക്കുന്നില്ല. നീ അതേപോലെ വലിയവരെ ബഹുമാനിക്കുന്നില്ല, ചെറിയവരെ നീ സ്നേഹിക്കുന്നില്ല, നിന്റെ മാതാപിതാക്കളെ നീ ആദരിക്കുന്നില്ല. നീ അതേപോലെ നിന്റെ ഭാര്യയോടുള്ള ബന്ധം നിർവഹിക്കുന്നില്ല, നിന്റെ ഭർത്താവിനോടുള്ള ബന്ധം നീ നിർവഹിക്കുന്നില്ല. നീ അങ്ങനെ ഒന്നും നിർവഹിക്കുന്നില്ല. നീ യതീമുകളെ കണ്ടാൽ ആ യതീമുകളെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. നീ മിസ്കീനുമാരെ കണ്ടാൽ അവരെ നോക്കാൻ നിനക്ക് സമയമില്ല. പിന്നെ ആർക്ക് വേണടോ നിന്റെ നിസ്കാരം? അള്ളാഹു ചോദിക്കാൻ. എന്നോടാരും ദേഷ്യപ്പെടണ്ട. റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കണട്ടോ എന്ന് പറഞ്ഞ ഇസ്ലാം അള്ളാഹുവിന്റെ റസൂൽ മരിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പും ആയിഷ മദീന പള്ളിയിൽ നിസ്കാരം നടന്നോ, നിസ്കരിച്ചോ, സ്വഹാബത്ത് നിസ്കരിച്ചോ, നിസ്കരിക്കണേ, വിശ്വാസം ശരിപ്പെടുത്തണേ എന്ന് ലോകത്തോട് വിട പറയുന്നതിന് മുമ്പും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ആ നിസ്കാരക്കാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താ? ഖുർആനിൽ ഒരു അധ്യായം തുടങ്ങുന്നെന്താ? ആ നിസ്കരിക്കുന്ന ആളുകൾക്ക് നാശമാണ് എന്ന് പറഞ്ഞിട്ടാണ്. അവിടുന്ന് പഠിക്കണം നമ്മൾ ദീനിനെ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ അല്ല ദീന്. 16ാമത്തെ ഉംറക്ക് പോകുന്ന ആളെ ഞാൻ പരിചയപ്പെട്ടു. അയാൾ സന്തോഷപൂർവ്വം എന്നോട് ഉംറക്ക് പോകാനുള്ള അനുവാദവും അല്ലെങ്കിൽ യാത്ര പറയാനും വന്നിരിക്കുകയാണ്. സന്തോഷമായിട്ട് യാത്ര അയക്കണ്ടേ? നമുക്ക് വല്ലത് പറയാൻ പറ്റുമോ? പക്ഷെ സ്വയം ആലോചിക്കണ്ടേ? ഇസ്ലാം ദീൻ എന്ന് പറയുന്നതിനെ പല ആളുകളും അതിന് കൊടുത്ത ഡെഫിനിഷനും നിർവചനവും തെറ്റിപ്പോവുകയാണ്. ഇസ്ലാം പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച മതമാണ്. അള്ളാഹുവിന്റെ റസൂലും അങ്ങനെയാണ്. അല്ലാഹുമ്മ അഹീനി മിസ്കീന വഅമിത്നി മിസ്കീന. പടച്ചോനെ മിസ്കീനായിട്ട് എന്നെ ജീവിപ്പിക്കണേ റബ്ബേ, മിസ്കീനായിട്ട് എന്നെ മരിപ്പിക്കണമേ റബ്ബേ എന്ന് ലോകത്ത് ഒരു നേതാവ് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ അള്ളാഹുവിന്റെ റസൂലും നമ്മെ പഠിപ്പിച്ചത് ദീൻ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് അങ്ങോട്ട് കിട്ടും എന്ന് ഉറപ്പിക്കേണ്ട ഒരു രീതിയോ ആളുകളുടെ മേൽക്കോയ്മയോ അല്ല. ലാ യൻദുറു, അള്ളാഹു നോക്കുകയില്ല. ലാ യൻദുറുല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപത്തിലേക്ക് അള്ളാഹു നോക്കുകയില്ല. വലാ ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ രൂപത്തിലേക്കും തടിയിലേക്കും ഒന്നും അള്ളാഹു നോക്കൂല. ദീനിന്റെ പ്രാഥമിക പാഠമാണത്. നമ്മളൊക്കെ ഇനി അത് വായിക്കേണ്ട സമയത്താണ് ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നിയ്യത്തും ദീനിന്റെ ഈ തരത്തിലുള്ള കാര്യങ്ങളും ഇതൊന്നും പറയാൻ ആളുകളില്ലാതായി പോവുകയാണ്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. ഹൃദയമാണ് പ്രധാനം. കൈകെട്ടേണ്ടത് എവിടെ എന്ന വിഷയം പ്രധാനമാണ് എന്നതുപോലെ തന്നെ അതിനേക്കാൾ 10 മടങ്ങ് പ്രധാനമാണ് ആ കൈകെട്ടുന്ന നെഞ്ചിന്റെ ഉള്ളിലുള്ള ഹൃദയം വിമലീകരിക്കപ്പെടണം. അത് വിമലീകരിക്കപ്പെടുമ്പോഴാണ് ദീന് പൂർത്തിയാവുന്നത്. അങ്ങനെ നിങ്ങൾ ദീനിന്റെ കാര്യവുമായി അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ജീവിക്കുമ്പോ അള്ളാഹു നമ്മോട് പറയുന്നു, ലോകത്തെ 200 കോടി മുസൽമാന് നൽകുന്ന വാഗ്ദാനം, ലോകത്തെ കഴിഞ്ഞുപോയ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു നൽകിയ വാഗ്ദാനം, ഇനി വരാനുള്ള മുസ്ലിമീങ്ങൾക്കും അള്ളാഹു നൽകുന്ന വാഗ്ദാനം, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇന്ന് ബറാക് ഒബാമ ഇന്ത്യ സന്ദർശിച്ചു. ബറാക് ഒബാമക്ക് ഇന്ത്യക്ക് നൽകാൻ കഴിയാത്ത വാഗ്ദാനമാണിത്. ബ്രിട്ടീഷ് രാജാവിന് ലോകത്തിന് നൽകാൻ കഴിയാത്ത വാഗ്ദാനമാണിത്.
ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാരാണ്? ആ സമ്പന്നനും സ്വന്തം കുടുംബത്തിന് പോലും നൽകാൻ കഴിയാത്ത വാഗ്ദാനമാണത്. ഇന്നൊരുപാട് ധനാഢ്യരുണ്ട് നമ്മുടെ രാജ്യത്ത്. നമ്മുടെ രാജ്യത്തുള്ള ധനാഢ്യരെല്ലാം ഒരുമിച്ചിരുന്ന് കോടികൾ വില പറഞ്ഞാലും മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ അല്ലാത്ത ഒരു ഏറ്റവും വലിയ സംഗതിയാണിത്. അത് ആലോചിക്കാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. അത് നമ്മുടെ കയ്യിലല്ല. ഈ പാവപ്പെട്ട ഞാനാര്, അല്ലെങ്കിൽ നിങ്ങളാര്, അത് ചോദിച്ചു വാങ്ങാനാണ് നമ്മൾ ഈ സമയം ഇവിടെ ഒരുമിച്ച് കൂടിയത്. അത് യാചിച്ചു വാങ്ങാൻ വേണ്ടി, അത് കിട്ടുന്നത് ആർക്കാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി. ദീന് എന്ന് പറയുന്നത് അതാണ് എന്ന് സ്വന്തത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതാണ്. കഴിഞ്ഞ കാലത്തെ ഓർക്കുമ്പോ പടച്ചോനെ മനസ്സിന് വേദന ഉണ്ട് റബ്ബേ. ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. ഇപ്പോഴാണ് എനിക്ക് നന്നാവണമെന്ന് തോന്നിയത് റബ്ബേ. ഞാൻ ആരോട് പറയും റബ്ബേ എന്റെ സങ്കടം? എന്റെ ഭാര്യയോട് പോലും എനിക്ക് പറയാൻ തോന്നുന്നില്ല. അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മക്കളെ വിളിച്ച് എന്റെ സങ്കടം പറഞ്ഞിട്ട് എന്താണ്? അല്ലാഹുവേ, കാര്യം കഴിഞ്ഞു പോയത് ഓർക്കുമ്പോ ഈ സദസ്സിലുള്ള ആളുകൾക്ക് എത്ര സങ്കടങ്ങളുടെ നെരിപ്പോടുകൾ ഉണ്ടാവും. എനിക്കെത്ര ഉണ്ടാവും? നിരാശ ഉണ്ടാവില്ലേ? സ്വാഭാവികമാണ്. നിരാശ സ്വാഭാവികമാണ്. കഴിഞ്ഞതോർക്കുമ്പോ ചെയ്യാൻ പറ്റാത്തത്, ചെയ്തു പോയ പാപഭാരങ്ങൾ, നന്മ ചെയ്യാൻ പറ്റാത്തത്, ചെയ്തു പോയ പാപഭാരങ്ങൾ ആലോചിച്ചു നോക്കിയേ നിങ്ങൾ. അല്ലാഹു പറയുന്നു ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഭാവിയെ കുറിച്ചാണ് നമ്മളിൽ പലരും എന്നല്ല എല്ലാവരും ആലോചിക്കുന്നത് ഭാവിയാണ്. നാളത്തെ ഭാവി, അതിനുവേണ്ടിയാണ് ജീവിക്കുന്നത്. അവനാൻ ചെയ്യുന്ന ഏർപ്പാടുകൾ, നാളെ എന്താവും, നാളേക്ക് എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, നാളെ എന്റെ അവസ്ഥ എന്താണ് റബ്ബേ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്കും നിങ്ങൾക്കും ഉറക്കം നഷ്ടപ്പെടുന്നത്. അല്ലേ? തീർച്ചയായിട്ടുമാണ്. ഈ ലോകം നിലനിൽക്കുന്നത് നാളെ എന്ന പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്. അല്ലേ? സ്വാഭാവികമാണ്, ഉറപ്പാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുന്നു നാളെയെ കുറിച്ച് ബേജാറാവാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. എന്നാൽ 200 കോടി മുസ്ലിമീങ്ങളോട് അല്ലാഹു തരുന്ന വാഗ്ദാനം, നാളെയെ കുറിച്ച് നിനക്കൊരു ബേജാറും ഉണ്ടാവൂല. അതല്ലേ നമുക്ക് ഇവിടുന്ന് കിട്ടേണ്ടത്? നാളെ കുറിച്ച് എന്ത് ബേജാറുണ്ടെങ്കിലും അതൊക്കെ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാനുള്ള ഒരു ശക്തമായ മനസ്സ്. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ വതവക്കൽ അലല്ലാഹ്. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാൻ, അത് വീടിന്റെ ഉമ്മാറപ്പടിയിൽ എഴുതി വെക്കാൻ നമുക്ക് കഴിയും. നമുക്ക് മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ചെറിയ കുട്ടിക്ക് പോലും കഴിയും. അവനവന്റെ വാഹനത്തിൽ എഴുതി വെക്കാൻ കഴിയും. അവനവൻ ബന്ധപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം അത് എഴുതി വെക്കാൻ കഴിയും. അത് മനസ്സിലൊരു വിശ്വാസമായി കൊണ്ടുവരാൻ കഴിയുമോ? അല്ലാഹ് എനിക്ക് നിന്റെ പടച്ചോനെ എന്ന് പറയാൻ. ഒരു കുട്ടി ഉമ്മയുടെ അരികിലേക്ക് ഓടി ചെല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ കുട്ടി, ചെറിയ കുട്ടിയെ ഉമ്മ എടുക്കുമ്പോ ആ ഉമ്മയുടെ ആ അസദൃശമായ ആ വരലുകൾക്കിടയിലേക്ക്, ആ പരിലാളനയിലേക്ക് ആ കുട്ടി ചെന്നിട്ട് അണയുന്നത് കണ്ടില്ലേ നിങ്ങൾ? ആ കുട്ടി വേറെ ആടെ അരികിലേക്കും പോകുന്നില്ലല്ലോ. ആ കുട്ടിക്ക് അപരിചിതമായ എത്രയോ ആളുകൾ കൈകാട്ടി ആ കുട്ടി അങ്ങോട്ട് പോവില്ല. സ്വന്തം ഉമ്മാനെ കാണുമ്പോ ആ കുട്ടി അങ്ങോട്ട് ചാടും. അതൊരു നിർഭയത്വത്തിന്റെ ചാട്ടമാണ്. എന്റെ ഉമ്മ എന്നെ കൈവിടൂല എന്ന ഒരു ബോധം ഒരു കുട്ടിയിൽ ഏതുപോലെയാണോ, ഇതേപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷിതാവ് നമ്മളെ കൈവടിയൂല. എന്റെ രക്ഷിതാവ് എന്നെ കൈവടിയില്ല. അതുകൊണ്ട് എന്റെ രക്ഷിതാവേ, നീ പറഞ്ഞ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഉമ്മ പറഞ്ഞ കാര്യം കുട്ടിക്ക് ദോഷാവോ? ഇല്ലല്ലോ. ഉപ്പ പറഞ്ഞ കാര്യം കുട്ടിക്ക് ദോഷാവോ? ഇല്ലല്ലോ. നല്ലതല്ലേ പറയൂ. അതിനേക്കാൾ 10 മടങ്ങ് സ്നേഹിക്കുന്ന റബ്ബ് നമ്മോട് പറയുകയാണ്, എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ നിങ്ങൾക്കിതാ ഹലാലാക്കി തന്നിരിക്കുന്നു. ഏത് ചീത്ത കാര്യങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് നാം ഹറാമാക്കിയിരിക്കുന്നു. ഇതാണ്. എന്തൊക്കെ നന്മണ്ടോ ഒക്കെ നമുക്ക് ഞാൻ തന്നിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് ഇനിയും നമുക്ക് അംഗീകരിക്കാനായിട്ടില്ല. അല്ലാഹു പറയാണ്, ഈ ദീനനുസരിച്ച് നിങ്ങൾ നിന്നാലേ, ആ അള്ളാഹുവിനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ ആ റബ്ബാണ് നിങ്ങളെ സഹായിക്കുക. ആ റബ്ബല്ലാത്ത ഒരു ശക്തിയും നിങ്ങളെ സഹായിക്കാനില്ല. അള്ളാഹുവേ, നീ തരുന്ന വെള്ളം ഞങ്ങൾ കുടിക്കുന്നു റബ്ബേ. നിന്റെ പ്രാണൻ അതാണ് റബ്ബേ ഈ ശരീരത്തിലുള്ളത്. അള്ളാഹുവേ, നീ തന്ന സൗകര്യമല്ലാതെ ഒന്നുമില്ല. ഖുർആൻ പറഞ്ഞു ലോകത്തോട്, നിങ്ങൾ എണ്ണാൻ തുടങ്ങിക്കോ മനുഷ്യ സഞ്ചയമേ. ലോകത്തുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ തുടങ്ങിക്കോ. നിങ്ങൾക്ക് എണ്ണിക്കൃത്തപ്പെടുത്താൻ സാധ്യമല്ലാത്തവണ്ണം
ഈ ദുനിയാവിൽ അല്ലാഹു നിങ്ങളെ അവന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് മൂടുകയാണ്. എന്നിട്ടും അല്ലാഹു നമ്മോട് പറയുന്നു, നിങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന സൗകര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളും ആ അനുഗ്രഹങ്ങളും എല്ലാം നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളൂ. നിങ്ങൾ എന്നിട്ട് ജീവിച്ചുകൊള്ളൂ. നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ഇനിയും സങ്കടങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് ഇനിയും ആവശ്യങ്ങൾ ഉണ്ടാവും, അല്ലേ? സ്വാഭാവികല്ലേ? ഇനിയും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആരോടാ ചോദിക്കേണ്ടത്? നേരത്തെ തന്ന ആളോട് ചോദിക്കണം. ഇത് നീതിയല്ലേ? ഇത് സാമാന്യ ബോധമല്ലേ? സാമാന്യ നീതിയല്ലേ ഈ പറയുന്നത്? പിന്നെ എവിടെയാ തർക്കം? ഇസ്ലാം ദീന്റെ എവിടെയാ തർക്കം? നിങ്ങൾക്ക് തന്നത് പടച്ചവനാണ്, ഞാനാണ്, ഇതെല്ലാം തന്നിങ്ങോട്ട് പറഞ്ഞേച്ച് ഇനിയും നിങ്ങൾക്ക് ഉണ്ടാവും ആവശ്യം. അപ്പൊ നിങ്ങൾ ആരോടാ ചോദിക്കേണ്ടത്? മോനെ, നിനക്ക് ഞാനാണ് എല്ലാം തന്നത്, നിനക്കെല്ലാം തന്ന് തന്നെ പഠിക്കാൻ പറഞ്ഞേച്ചു. അവിടെ പോകുമ്പോ സ്വാഭാവികമായിട്ടും വീണ്ടും എനിക്ക് ചെലവുണ്ടാവും. അത് നീ ആരോടാ ചോദിക്കേണ്ടത്? ഇതുവരെ തന്ന വാപ്പാനോട്, ഇതുവരെ തന്ന രക്ഷിതാവിനോട്. ഇതേപോലെ അള്ളാഹുവിനോട് നിന്റെ സങ്കടങ്ങൾ നീ പറയണേ, അള്ളാഹുവിനോട് കൈകാട്ടി നീ ചോദിക്കണമേ, അള്ളാഹുവിനോട് നിന്റെ ദുരിതങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കണമേ. ഇതൊക്കെ പടച്ചോൻ പറയാണ് നമ്മളോട്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, അങ്ങനൊക്കെ നീ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ദുഃഖം, നിരാശ നിനക്കുണ്ടാവില്ല. കഴിഞ്ഞതോർക്കുമ്പോ നിരാശ ഉണ്ട്, വരുന്നത് ആലോചിക്കുമ്പോ പേടിയുണ്ട്. ഇത് രണ്ടിനും ഒരു മരുന്നാണ് ഈ വിശ്വാസം, ഈ ഖുർആന്, ഈ ആദർശം, അള്ളാഹു എന്ന വിചാരം. പടച്ചോനെ, നീ നൽകിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതേപോലെ ഒരുമിച്ച് കൂടുമായിരുന്നില്ല തമ്പുരാനെ, അല്ലേ? ഈ വിശ്വാസം, ഈ ആദർശം. അതുകൊണ്ട് ഇതിനെ നമ്മൾ പരിചയപ്പെടണം. ഈമാൻ എന്നത് വലാകിൻ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും വസയ്യന ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാന ഉലൈക ഹുമുർ റാഷിദൂൻ. അല്ലാഹ് പറഞ്ഞില്ലേ, ഈമാൻ എന്നത് അതിവിസ്ഫോടനാത്മകമായ ഒരു വല്ലാത്ത ഒരു രാസപ്രക്രിയയാണ്. അത് മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ പിന്നെ നമുക്ക് ഈ ലോകത്ത് അവാച്യമായ ഒരനുഭവം, അതുല്യമായ ഒരു അനുഭവം ഉണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്കിത് വന്നിട്ടില്ല എന്നതാണ് സത്യം. ഈമാൻ എന്നത് കേവലം വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കിയവരാണ് ഞാനും നിങ്ങളും. ഈമാൻ എന്നത് ഒരു വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ. ഈമാൻ എന്നത് വിശ്വാസമായിരുന്നെങ്കിൽ, പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മണലാരണ്യത്തിലൂടെ വലിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടില്ലയോ? നിങ്ങൾ 1400 വർഷങ്ങൾക്കപ്പുറത്താണ് പാവം ബിലാലിനെ മണലാരണ്യത്തിലൂടെ വലിച്ചു കൊണ്ടുപോയത്. ആ ബിലാൽ റളിയല്ലാഹു അൻഹു കെട്ടഴിക്കാൻ പറയുമായിരുന്നു, അബൂജഹലിനോട് പറയുമായിരുന്നു, കെട്ടഴിച്ചു വിടൂ, ഞാൻ എന്റെ പഴയ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങാമെന്ന് പറയുമായിരുന്നു. കറുത്തവനിൽ കറുത്തവനായ ബിലാല്, ആരുമൊന്ന് നോക്കാത്ത ബിലാല്, നോക്കിയാൽ പോലും ദുശ്ശകുനമെന്ന് വിശേഷിപ്പിച്ച ബിലാല്, പാവപ്പെട്ട ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു മണലാരണ്യത്തിലൂടെ ഒരു മൃഗത്തോട് പോലും ചെയ്യാത്ത രൂപത്തിൽ ഒരു മനുഷ്യനോട് وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد. ഖുർആൻ പറയുന്നു, ഇങ്ങനെ ഒരുപാട് ആളുകളെ നമുക്കൊന്നും അങ്ങനെ ഒരവസ്ഥ എത്തിപ്പെട്ടിട്ടുണ്ടാവൂല. പക്ഷേ എത്തിപ്പെട്ടവർ, നമ്മുടെ മുമ്പേ ഗമിച്ചവർ, നമ്മുടെ പ്രപിതാക്കന്മാർ, വല്യപ്പന്മാർ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതൃത്വങ്ങൾ, മരിച്ചുപോയവർ, അല്ലാഹുവേ നീ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കഴിഞ്ഞുപോയവർ വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്, അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടവരാണ്, മാനം പിച്ചി ചീന്തപ്പെട്ടവരാണ്, പീഡിപ്പിക്കപ്പെട്ടവരാണ്, അറുകലക്ക് വിധേയമാക്കപ്പെട്ടവരാണ്. എല്ലാ നിലക്കും അതുല്യമായ പീഡനം. അറിയില്ലേ നിങ്ങൾക്ക്? ബിലാൽ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, എന്റെ കെട്ടഴിച്ചു വിട്ടാളി, ഞാൻ ഇനി ഒന്നിനുമില്ല, ഏത് മുഹമ്മദ്, ഏത് ദീന്, ഇതൊക്കെ വെറുതെ അല്ലേ, ജീവിതമാണ് പ്രധാനം. വിശ്വാസം എന്നതാണ് ഈമാൻ എന്നതിന് ഇന്നത്തെ 200 കോടി കൊടുത്ത അർത്ഥം കേവലം ഒരു വിശ്വാസമായിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ബിലാൽ റളിയല്ലാഹു അൻഹു അപ്പോൾ പറയുമായിരുന്നില്ല, അഹദ് എന്ന് പറയുമായിരുന്നില്ല, അല്ലാഹു സമദ് എന്ന് പറയുമായിരുന്നില്ല, അല്ലാഹു അക്ബർ
വലില്ലാഹിൽ ഹംദ് എന്ന് പറയുമായിരുന്നില്ല. ബിലാൽ പറഞ്ഞത് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നാണ്. ഒടുക്കം ശത്രുക്കൾ പരാജയപ്പെടുകയാണ്. ഈമാൻ എന്നതിന് വിശ്വാസമായിരുന്നെങ്കിൽ പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, ഒരിക്കലും ബിലാൽ റളിയല്ലാഹു അൻഹു ആ മണലാരണ്യത്തിൽ നിന്ന് പീഡിപ്പിക്കപ്പെടുമായിരുന്നില്ല. ഈമാൻ എന്നത് വിശ്വാസമായിട്ടാണ് പലപ്പോഴും നമ്മൾ നിർവീര്യമാവുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് ഉറക്കം ബാധിക്കാനുള്ള കാരണം പോലും ഈമാൻ എന്നത് വിശ്വാസമായതുകൊണ്ടാണ്. നമ്മുടെ ബോഡിയെ, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത വിധം നമ്മൾ മുജാഹിദുകളല്ലാതെ, ജിഹാദിന് വിധേയമല്ലാതെയായി മാറുന്നത് ഈമാൻ എന്നത് കേവലം വിശ്വാസം എന്ന് മാത്രമേ നമ്മൾ അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നും ഹതഭാഗ്യരായി കഴിയുന്നത്. 5-ാം നൂറ്റാണ്ട് ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടം. ആ 5-ാം നൂറ്റാണ്ട് വരെ ലോകത്ത് ഇസ്ലാമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നിട്ടാണ് ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് പരാജയം കടന്നു വന്നത്, അല്ലെങ്കിൽ വിഭാഗീയതകൾ വ്യാപകമായി കടന്നു വന്നത്. എന്നിട്ടും 15-ാം നൂറ്റാണ്ട് വരെ ലോകത്തിന്റെ ഏറ്റവും വലിയ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നതിൽ ഇസ്ലാമിന്റെ ചിന്തകൾക്കും ഇസ്ലാമിന്റെ പണ്ഡിതന്മാർക്കും സാധിച്ചിട്ടുണ്ട് എന്നത് 21-ാം നൂറ്റാണ്ടിന്റെ ഈ ആധുനികതയിൽ നിന്നുകൊണ്ട് ആലോചിക്കേണ്ടതാണ്. എന്തേ നമുക്ക് പറ്റിപ്പോയത് എന്ന്. വിശ്വാസം എന്നത്, ഈമാൻ എന്നത് വിശ്വാസമല്ല. ഈ ഇരിക്കുന്നവരോട് ഞാൻ പറയുന്നു, വളരെ താഴ്മയോടുകൂടി ഞാൻ പറയുന്നു, അല്ലാഹുവേ അത് വിശ്വാസമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയാൽ ഞങ്ങൾ പരാജയപ്പെട്ടു റബ്ബേ, ഞങ്ങൾ പരാജയപ്പെട്ടു. വിശ്വാസമായിരുന്നെങ്കിൽ പാവം സുമയ്യ റളിയല്ലാഹു തആല അൻഹ, സ്ത്രീകളുടെ നേതാവായ സുമയ്യ റളിയല്ലാഹു തആല അൻഹ ഒരിക്കലും തന്നെ അബൂജഹലിന്റെ കുന്തമുനകളാൽ, ഗുഹ്യഭാഗങ്ങളിൽ കുന്തമുനകൾ, ഇരുമ്പിന്റെ കുന്തമുനകൾ പഴുപ്പിച്ചുകൊണ്ട് വല്ലാതെ പീഡിപ്പിച്ചപ്പോഴും അതുല്യമായ പീഡന പർവങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴും സുമയ്യ റളിയല്ലാഹു തആല അൻഹ ഒരിക്കലും തന്നെ പിൻവാങ്ങുമായിരുന്നില്ല. ഈമാൻ എന്നത് വിശ്വാസമല്ല, പിന്നെ എന്തോ ആണ്. കേവലം വിശ്വാസമല്ല, പിന്നെ എന്തോ ഒന്നാണ്. ആ എന്തോ ഒന്ന് നമുക്ക് ഇനിയും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ എന്തോ ഒന്ന് നമുക്ക് ഇനിയും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഖബ്ബാബ് ഇബ്നു ഖുബൈബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോഴും ഉറക്കം നടിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഉറങ്ങുന്നവരാണ്. ഇസ്ലാമും മുസ്ലിങ്ങളും ഖുർആനുമെല്ലാം കേൾക്കുമ്പോഴും നമ്മളിപ്പോഴും ഉറക്കം നഷ്ടപ്പെട്ടവർ, ഉറക്കം നടിക്കുന്നവർ, അല്ലെങ്കിൽ വലിയ ഉറക്കത്തിൽ നമ്മൾ കൂർക്കം വലിക്കുന്നവരാണ്. ഖബ്ബാബ് ഇബ്നു ഖുബൈബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ കുരിശിൽ കൊണ്ടുപോയി തറച്ചപ്പോ, ഖബ്ബാബേ നീ മുഹമ്മദിനെ ഒന്ന് കുറ്റം പറഞ്ഞാൽ ഒടുക്കം നീ ഇസ്ലാം എന്ന് പുറത്തു കൊണ്ടെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അത് അംഗീകരിച്ചില്ല. ക്രിസ്ത്യൻ പുരോഹിതന്മാർ, പാതിരിമാർ ഇസ്ലാം എന്ന് പുറത്തു കൊണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അംഗീകരിച്ച, അടിയുറച്ച് വിശ്വസിച്ച ഇസ്ലാം എന്ന് പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. വേറെന്തോണ്ടോ പറഞ്ഞോളി. എവിടെ കിടക്കുന്നതെന്നറിയോ? മെത്തയിൽ കിടക്കല്ല, കാര് കസേരയിൽ ഇരുന്നോണ്ടല്ല ഡിസ്കഷൻ നടക്കുന്നത്. കുരിശിൽ കൊണ്ടുപോയിട്ട് തറച്ചിക്കുക. രക്തമൊലിക്കുന്ന പാവം ഖബ്ബാബ് ഇബ്നു ഖുബൈബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു തആല. ഈമാൻ എന്നതെന്താണ് എന്ന് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതൊക്കെ ഇടക്കൊന്ന് ആലോചിക്കണം. ഞാനും നിങ്ങളും ആലോചിക്കണം. അപ്പോഴേ നമുക്ക് എന്താണ് എന്ന ബോധം നമ്മെ ബോധ്യപ്പെടുത്താൻ കഴിയുകയുള്ളൂ. എന്റെ റസൂലുള്ളാന്റെ കാലിന്റെ പെരുവിരലിന്റെ നഖത്തിന് ഒരു പോറലേൽക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, ബിലാൽ റളിയല്ലാഹു തആല അൻഹു, ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഈമാൻ എന്നതിന് വിശ്വാസം എന്നായിരുന്നു അർത്ഥമെങ്കിൽ ഒരിക്കലും ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ വെച്ചു ആ ഖബ്ബാബ് ഇബ്നു ഖുബൈബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു തആല അൻഹു കുരിശിൽ നിന്ന് ഇറങ്ങി പോരുമായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? ആസിയ ബീവിയുടെ മനസ്സിൽ ഈമാൻ എന്നതിന് നമ്മൾ മനസ്സിലാക്കിയതുപോലെയുള്ള ഒരു വിശ്വാസം എന്നായിരുന്നു അർത്ഥം കൊടുത്തിരുന്നതെങ്കിൽ കൊട്ടാരത്തിന്റെ രാജ്ഞിയായിട്ട്, തോഴിമാരുടെയും ആയിമാരുടെയും രാജ്ഞിയായിട്ട് ആസിയ ബീവി അവിടെ കഴിഞ്ഞേനെ. പ്രിയപ്പെട്ടവരെ, ലോകത്തെ ഇത്രയും വലിയൊരു ലോകത്തിന്റെ 1/4 ഭാഗം വരുന്ന മുസ്ലിം സമുദായമുണ്ടല്ലോ. 6 വൻകരകളിൽ, 6-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഇസ്ലാം ഇന്ന് 6 വൻകരകളിൽ വ്യാപിച്ചുകൊണ്ട്
ലോകത്തെ ഏറ്റവും ഒരു വലിയ ശക്തിയായി മാറിയിരിക്കുന്ന ഇസ്ലാമിന്റെ ആളുകൾ പാവം ആസിയ ബീവിയെയും ആയിഷ ബീവിയെയും ഒന്നും ആലോചിക്കായിരുന്നില്ല. അവരൊക്കെ ഈമാൻ എന്നതിന്, വിശ്വാസം എന്നതിനപ്പുറത്ത് ഉറപ്പ് എന്ന അർത്ഥം കണ്ടിരുന്നു. ഉറപ്പാണ്. നമുക്കിനി ഉറപ്പില്ല, എനിക്കും ഇനി ഉറപ്പായിട്ടില്ല. അയഹ്സബുൽ ഇൻസാൻ അയ്യുതറക സുദാ അലം യകുന തുഫതൻ മിൻ മനിയ്യിൻ യുംനാ ثم كان علقة فخلق فسوى وجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى അയഹ്സബുൽ ഇൻസാനു അൻ യുതറക സുദാ. അല്ലാഹു ചോദിക്കാണ്, ഇതൊക്കെ ആയിട്ടും എന്താണോ നീ ആലോചിക്കാത്തത്? നിന്നെ വെറുതെ അങ്ങ് വിട്ടേക്കുമെന്ന് നീ വിചാരിക്കുന്നു? നിന്റെ നാട്ടിലുള്ള ജുഡീഷ്യറി നിന്നെ വെറുതെ വിട്ടതുപോലെ അള്ളാഹുവിന്റെ ജുഡീഷ്യറി ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചും ചോദിക്കാൻ ലോകത്തിന്റെ ഇന്നത്തെ നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും നീതി എന്ന ബോധത്തിന്റെ ഏറ്റവും വലിയ ഒരു അർത്ഥതലമായ പരലോകമെന്ന ആ ഒരവസ്ഥയിലേക്ക് നമ്മെ നയിക്കുകയില്ല എന്ന് വിചാരിക്കാൻ മാത്രം ബുദ്ധിശൂന്യനാണോ നീ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അർത്ഥമില്ലാത്തവനാണോ നീ? അയഹ്സബുൽ ഇൻസാനു അൻ യുതറക സുദാ അലം യകുന തുഫതൻ മിൻ മനിയ്യിൻ യുംനാ ثم كان علقة فخلق فسوى. സൃഷ്ടിപ്പിന്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങളെ അള്ളാഹു ലോകത്തോട് പറയുകയാണ്. ഇത്രയും അത്ഭുതത്തോടു കൂടി നിന്നെ സൃഷ്ടിച്ച റബ്ബിന് അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യൽ മൗതാ. ആ റബ്ബിന് തന്നെ ഇനിയും കൊണ്ടുവരാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നോ നീ? എന്നാൽ നീ അർത്ഥശൂന്യനാണ്. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. അള്ളാഹു നിന്നെ ഒരുമിച്ച് കൂട്ടുകയില്ല എല്ലുകൾ ദ്രവിച്ചതിന് ശേഷം എന്ന് നീ വിചാരിക്കുന്നുവോ? ആ വിചാരത്തിന്റെ അഭാവം, ആ ബോധതലമാണ് നിന്നെ ഇപ്പോഴും കേടുവരുത്തുന്നത്. അതാണ്, വേറൊന്നുമല്ല. ഇതൊക്കെ കേട്ടിട്ട് ഇപ്പൊ നമ്മൾ മനസ്സിലെന്തോന്ന് ആലോചിക്കുന്നുണ്ട്. ഈ സദസ്സിലിരുന്നോണ്ട് ഇതെപ്പോഴാ കഴിയാ, ഇത് കഴിഞ്ഞാ പോയിരുന്നു അല്ലേ? അള്ളാഹു പറഞ്ഞു അത് ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ. ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ. ഇതൊന്നും കഴിഞ്ഞാ പോയിരുന്നു. എങ്ങോട്ട് പോയിരുന്നു? ഇടതുകാല് വെച്ച് പള്ളിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് കണ്ടില്ലേ നിങ്ങൾ? ഇടതുകാല് വെക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പം ഇടതുകാല് വെച്ച് പോകുന്നത് ചീഞ്ഞളിഞ്ഞ ഒരു സംസ്കാരത്തിലേക്കാണ്. നമ്മളും നമ്മുടെ മക്കളും അങ്ങോട്ട് പോവാണ്. നമ്മളിപ്പോഴും ആലോചിക്കാണ്, ഈ വയല് കേൾക്കാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ ആണും പെണ്ണും നിങ്ങൾ അങ്ങനെയാണ് എന്നല്ല, ഈ സദസ് അങ്ങനെയാണ് എന്നല്ല, ലോകം അങ്ങനെയാണ് എന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്, നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, നമ്മയും നമ്മുടെ ഹൃദയത്തെയും. ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ. നമ്മൾ നല്ലതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴും മനസ്സിലാലോചിക്കുക, അപ്പൊ നാളെ എന്താ പോലെ ആറാമ് ചെയ്യാനുള്ളത്? എന്താ കാരണോ? ജീവിക്കണ്ടേ ചങ്ങാതി? ഈ വയലും കാര്യം പരിപാടിയൊക്കെ പൊന്നാട് കഴിയൂലേ? ഇനിയിപ്പോ വയല് വരണമെങ്കിൽ അടുത്ത മാസമാണോ? അവരെ ജീവിക്കണ്ടേ? ഉറുപ്പ്യ 10 വേണ്ട കയ്യില്. ഇതാണ് നമ്മെ നയിക്കുന്നത്. ജീവിക്കണ്ടേ ചങ്ങാതി? നമ്മൾ പലപ്പോഴും പലവട്ടം പറയുകയാണ്, മരിക്കണ്ടേ എന്ന് ഒരു തവണ പോലും ചിന്തിക്കാത്തവരായി നമ്മൾ മാറുകയാണ്. മരിക്കണ്ടേ എന്ന് ഒരു തവണ പോലും ചിന്തിക്കാത്തവരായി നമ്മൾ മാറുകയാണ്. ഒരു തവണ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം ഇസ്ലാമിനെ ഇന്നും ഏറ്റവും പുകൾ കൊണ്ട ഒരു ഭരണമാണ്. ഗാന്ധിജി മാത്രമല്ല, ജോർജ് ഫെർണാണ്ടസ് പറഞ്ഞു, നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞു, അലക്സാണ്ടർ ചക്രവർത്തിയും നെപ്പോളിയൻ ബോണപ്പാർട്ടും ലോകത്തെ അതിജയിക്കാൻ വേണ്ടി വന്നപ്പോ അവരൊക്കെ എഴുതി വെച്ചു, ഈ ലോകത്തെ ഞാൻ അതിജയിക്കുകയാണെങ്കിൽ അവിടെ അതിജയിച്ചതിന് ശേഷം ഞാൻ ആഗ്രഹിക്കുന്ന ഭരണം മുഹമ്മദിന്റെ ഭരണമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എല്ലാവരും പറഞ്ഞു. എന്തുകൊണ്ടാ? ഉമർ ഖത്താബിന്റെ ഭരണം മുഹമ്മദ് റസൂലുള്ളാനെ അനുധാവനം ചെയ്ത ഭരണമാണ്. അതുകൊണ്ടാണ് ഈ ആളുകൾ നെപ്പോളിയനും അതേപോലെ അലക്സാണ്ടറൊക്കെ ഇത് പറയാനുള്ള കാരണം. ഇന്നും നമ്മൾ പറയുന്നുണ്ട്, ഉമർ ഖത്താബിനെ നന്നായത് എന്തുകൊണ്ടാണ്? അത് ആലോചിക്കാൻ നമ്മൾ പലപ്പോഴും തയ്യാറാവാറില്ല.
വളരെ നിസ്സാരം. ഞാൻ പറഞ്ഞല്ലോ, ദീന് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര കാര്യങ്ങളും അന്താരാഷ്ട്ര വിഷയങ്ങളും വലിയ ചർച്ചകളുമാണ് എന്ന് നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പിന്നാലെ വരണം. അതല്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. ഇസ്ലാമിന്റെ ലേബലിൽ എന്തെല്ലാം ചർച്ചകളുണ്ടോ അതൊക്കെ നടക്കട്ടെ, എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ അനാവരണം ചെയ്യട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ദീൻ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന് സമമിട്ടെഴുതാവുന്ന പല ഉത്തരങ്ങളുമുണ്ട്. അത് പറഞ്ഞു തരാൻ പണ്ഡിതന്മാരും നേതാക്കന്മാരും തയ്യാറാവുന്നില്ല എങ്കിൽ അത് അവരുടെ കുറ്റമായി നിങ്ങൾ കാണുക. ഒരിക്കലും ഇസ്ലാമിന്റെ കണക്ക് പുസ്തകത്തിൽ നിങ്ങൾ അത് എഴുതരുതേ എന്റെ പ്രിയപ്പെട്ടവരെ. ഇസ്ലാം സമ്പൂർണവും ഇസ്ലാം വളരെ സുന്ദരവുമാണ്. അതുപോലെ 21-ാം നൂറ്റാണ്ടിന് തിലകം ചാർത്തിയ ഇസ്ലാം, 21-ാം നൂറ്റാണ്ടിന്റെ രാജപാത തീർത്ത ഇസ്ലാം, ദിവസവും ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നു. യുവാൻ ശങ്കർ രാജ ആരാണ്? ഇളയരാജയുടെ മകനാണ് യുവാൻ ശങ്കർ രാജ. ലോകത്തിന്റെ ഏറ്റവും വലിയ ഏറ്റവും സംഗീതജ്ഞനായ ഇളയരാജയുടെ മകൻ യുവാൻ ശങ്കർ രാജ ഇസ്ലാമിലേക്ക് വന്നിട്ട് അദ്ദേഹത്തോട് പലരും പലതും പറഞ്ഞു. അതങ്ങനെയാണ്, സ്വാഭാവികമാണ്. മാധവിക്കുട്ടി ഇസ്ലാമായതിനു ശേഷം ഒരുപാട് ജീവിതത്തിൽ കേൾക്കാത്ത തെറികൾ കേട്ടിട്ടുണ്ട് എന്ന് ആ മാന്യദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അതങ്ങനെയാണ്, സ്വാഭാവികമാണ്. യുവാൻ ശങ്കർ രാജയോട് താങ്കൾ എന്തിനാണ് ഇസ്ലാമിലേക്ക് വന്നത് എന്ന് ചോദിച്ചതിന്റെ മറുപടി അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരിക്കലും ഇസ്ലാമിലേക്ക് പോയിട്ടില്ല എന്ന്. എന്റെ ചെറുപ്പക്കാരെ, എന്റെ കുട്ടികളെ നിങ്ങൾ അറിയണം. ഇളയരാജയുടെ പൊന്നോമന പുത്രനായ യുവാൻ ശങ്കർ രാജ ഇന്ന് ഇസ്ലാമിന്റെ ഒരു അനുയായിയാണ്. ഇസ്ലാമിന്റെ 200 കോടിയിൽപ്പെട്ട ഒരു അനുയായിയാണ്. അദ്ദേഹത്തോട് പത്രപ്രവർത്തകരും അതേപോലെയുള്ള ആളുകളും ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഈ ഭീകരവാദമായ ഈ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ അച്ചടക്കമില്ലാത്ത ഈ മതത്തിലേക്ക് താങ്കൾ സമാധാനത്തിന് വേണ്ടി പോയത് എന്ന് ചോദിച്ചപ്പോ യുവാൻ ശങ്കർ രാജ ലോകത്തിന് കൊടുത്ത മറുപടിയുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത് കാണാമായിരുന്നു. ഞാനൊരിക്കലും ഇസ്ലാമിലേക്ക് പോയിട്ടില്ല, ഇസ്ലാം എന്നിലേക്ക് കടന്നു വരികയായിരുന്നു എന്ന്. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്താദൈന ലാ തസദ്ദഖ്നാ വലാ സല്ലൈന. اللهم لولا أنت محتادينا لا تصدقنا ولا صلينا. اللهم لولا أنت محتادينا لا تصدقنا ولا صلينا. അതാ ഇസ്ലാമിലേക്ക് കടന്നു വരികയായിരുന്നു. അതാണ് ഇസ്ലാം. യൂട്യൂബിൽ പോയാൽ നിങ്ങൾക്ക് റോബർട്ട് ഗിൽഹം എന്നടിച്ചു കൊടുത്താൽ കാണാം. അമേരിക്കയിലെ ഐൻസ്റ്റീൻ റിസർച്ച് സെന്ററിൽ നിന്ന് ഒരു ജൂതനായ റോബർട്ട് ഗിൽഹം ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അറിയണം നിങ്ങൾ, ഇസ്ലാം എന്നതിന് സമമിട്ടെഴുതാവുന്നത് പരസ്പരം ചളിവാരിയെറിയലും പരസ്പരം കഴുത്തറുക്കലും പരസ്പരം തല്ലുകൂടലും സ്ഥാപനവൽക്കരിക്കലുമാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇസ്ലാം അതല്ല എന്ന് മനസ്സിലാക്കുക. കിടക്കുന്ന ഖബറിലേക്കുള്ള അമലു സാലിഹാത്തുകൾ ഉണ്ടാക്കുക. അതിന് തെളിച്ചമായിട്ടാണ് ഞാനിത് പറയുന്നത്. ആരോടുമുള്ള വിധേയത്വമല്ല. അള്ളാഹു അതിൽ നിന്ന് ഈ സമുദായത്തെ സലാമത്താക്കുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ കൽബിനെയും അള്ളാഹു സലാമത്താക്കുമാറാവട്ടെ. അതാണ് നമുക്കിന്ന് ആവശ്യം. വിധേയപ്പെട്ടു പോകുന്ന മനസ്സിൽ നിന്ന് അല്ലാഹുവേ ദീനിന്റെ നസീഹത്തിന്റെ സൽഫാന്താവിലേക്ക് ഞങ്ങളെ നയിക്കണമേ തമ്പുരാനെ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അതാ ആ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സറിഞ്ഞ് ദുആ ചെയ്തോളൂ. ഇനിയുള്ള കാലത്ത് ഞാൻ പറയുന്നത് അത്രയും ബോധമുള്ളവരാണെങ്കിൽ ആ ബോധം എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിനെ ഏതെങ്കിലും ഒരു സമയം സ്വാധീനിച്ചിട്ടുണ്ടോ എന്നറിയുക. നമ്മൾ ആരെയോ കാണിക്കാനൊക്കെ ആണ് ഈ ദുനിയാവിലെ പ്രവർത്തനം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ മയ്യത്തുക്കട്ടിലിൽ കടന്നു കൊടുത്തിട്ട് ആരൊക്കെയോ നമ്മുടെ മയ്യത്തുക്കട്ടിലിന്റെ കാലിന് പിടിക്കുമ്പോൾ അപ്പോഴാരെയും നമുക്ക് കാണിക്കാനുണ്ടാവില്ല. അപ്പൊ എല്ലാവരും നമ്മളെ കാണുകയാണ്. നമുക്ക് ആരെയും കാണിക്കാനുണ്ടാവില്ല. നസീബുക മിമ്മാ തജ്മഉ الدهر كله رداءان تدرج فيهما وحنوت. نصيبك مما تجمع الدهر كله رداءان تدرج فيهما وحنوت. كفى بالموت واعظا يا عمر كفى بالموت واعظا يا عمر كفى بالموت واعظا يا عمر كفى بالموت واعظا يا عمر. ഉമർ ഖത്താബിന്റെ ഭരണം നന്നാവാനുള്ള കാരണം ഇതായിരുന്നു. കഫാബിൽ മൗത്ത്, മരണം മതി ഉമറേ. ലോകത്തെ ഏറ്റവും വലിയ
ധിക്കാരിയായി വളർന്നിരുന്ന ഉമറുൽ ഖത്താബിന്റെ മകനായ ഉമറുൽ ഖത്താബിനോട് അള്ളാഹുവിന്റെ റസൂൽ കൊടുക്കുന്ന ഒറ്റമൂലി, ഈ സദസ്സിനോട് ഞാനിതാ ഒരു വസിയത്ത് പോലെ എന്നോടും നിങ്ങളോടും പറയുന്നു, മരിക്കണമെന്ന് ആലോചിച്ചോളി. ദീന് എന്നതിന് സമമിട്ടെഴുതാവുന്നത് മരണം എന്നാണ്. മരണം 3 അക്ഷരത്തിൽ പരിമിതപ്പെടുന്ന ജീവിതത്തിന് കൂടെ മരണം എന്നത് അല്ലദീ ഖലഖൽ മൗത്ത് വൽ ഹയാത الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. ആദ്യം നിങ്ങൾക്ക് സൃഷ്ടിച്ചത് മരണമാണ്. അല്ലദീ ഖലഖൽ മൗത്ത് വൽ ഹയാത്ത്, ആദ്യം നിങ്ങളെ മരണമാണ് അല്ലാഹു സൃഷ്ടിച്ചത്, പിന്നെയാണ് ജീവിതം. വായിക്കണേ, പഠിക്കണേ. ലോകത്ത് ഇന്ന് ഏറ്റവും നല്ല ഒരു സുഗന്ധം, ലോകത്തിന് ഏറ്റവും നല്ല ഒരു സുഗന്ധം സമർപ്പിച്ച ഖുർആൻ ലോകത്തോട് നമ്മോട് പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, മരണമാണ് ഞാൻ നിങ്ങൾക്ക് ഒരനുഗ്രഹം പോലെ ആദ്യം സൃഷ്ടിച്ചു വെച്ചത് എന്ന്. അള്ളാഹുവിനെ നമ്മൾ അനുഗ്രഹിക്കുക. മരണമില്ലെങ്കിൽ എന്തായിരുന്നില്ലേ ഈ ജീവിതം? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ വല്ലപ്പോഴും? അതുകൊണ്ട് ഇസ്ലാം എന്നതൊരു തെളിച്ചമായി ഹൃദയത്തിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഉണ്ടാവാൻ വേണ്ടി. ലോകത്തിന്റെ മതമാണ് ഇസ്ലാം, പാവപ്പെട്ടവരുടെ മതമാണ്, മനസ്സിന്റെ മതമാണ് ഇസ്ലാം. സമമിട്ടെടുക്കാൻ പലതുമുണ്ട് അങ്ങനെ ഒറ്റ വാക്കിൽ. അതിനെ നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. റോബർട്ട് ഗിൽഹം ഇസ്ലാമായി ഐൻസ്റ്റീൻ റിസർച്ച് സെന്ററിൽ അദ്ദേഹം ലൈംഗിക കണങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന ഒരു സയന്റിസ്റ്റ് ആണ് അദ്ദേഹം, റോബർട്ട് ഗിൽഹം. അതേ മുസ്ലിമായി എന്നാ പറയുന്നത്. കാരണം എന്താന്ന് ചോദിച്ചപ്പോ അത്ഭുതകരമായൊരു പഠനമായിരുന്നു. 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദ് മുസ്തഫ ഒരു ബൈനോക്കുലർ പോലും ഇല്ലാത്ത കാലത്തെ ഇസ്ലാം എന്താണ് എന്ന് ആയത്തിന്റെ വെളിച്ചത്തിൽ സൂറത്തിൽ യാസീനിലൂടെയും അതേപോലെയുള്ള ഒരുപാട് സൂറകളിലൂടെ ലോകത്തിനെ പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാന്റെ റസൂല് ആ ഖുർആനിൽ അള്ളാഹുവിന്റെ വഹീ പ്രകാരം പഠിപ്പിച്ചു 6-ാം നൂറ്റാണ്ടിലെ പാവപ്പെട്ട അറബികളെ എങ്ങനെ ഭർത്താവ് മരിച്ചുപോയ പെണ്ണിനോട് 3 മാസം ഇദ്ദയിരിക്കാൻ പറ, മൊഴിചൊല്ലിയ പെണ്ണിനോട് 3 മാസം ഇദ്ദയിരിക്കാൻ പറ, ഭർത്താവ് മരിച്ചുപോയ പെണ്ണിനോട് 4 മാസവും 10 ദിവസവും ഇദ്ദയിരിക്കാൻ പറ. മോഡേണിസ്റ്റുകളും ഭൗതികവാദികളും ഇസ്ലാമിനെ കളിയാക്കി. ഈ ആധുനിക കാലഘട്ടത്തിൽ ലാബറട്ടറിയുമുള്ള കാലഘട്ടത്തിൽ ഗർഭമുണ്ടോ എന്നറിയാൻ എന്തിനാണ് ഒരു പെണ്ണിനോട് 40 ദിവസവും 30 ദിവസമൊക്കെ ഇരിക്കാൻ പറയുന്നത്, 3 മാസമൊക്കെ ഇരിക്കാൻ പറയുന്നത്? നിങ്ങളെ മതം ഒന്ന് കൊണ്ടുപോയിക്കാണി ചങ്ങൈമാരെ എന്ന് പറഞ്ഞു. ഒരുപക്ഷെ നമ്മൾ അത്ഭുതപ്പെട്ടു. അള്ളാഹുവിന്റെ നിയമമാണ്, ഞങ്ങൾ കാത്തിരുന്നു, നമ്മൾ കാത്തിരുന്നു. അള്ളാഹുവിന്റെ നിയമമാണ്. കാലം എത്ര വളർന്നാലും നൂറ്റാണ്ട് എത്ര മുമ്പോട്ട് ഗമിച്ചാലും അള്ളാന്റെ നിയമം ചോട്ടിലാവൂല. റോബർട്ട് ഗിൽഹം വന്നിട്ട് ലൈംഗിക കണങ്ങളെ കുറിച്ച് പഠിച്ചപ്പോ സ്ത്രീ പുരുഷ ഭാര്യ ഭർത്തൃബന്ധത്തിലൂടെ സംസർഗത്തിലൂടെ രക്തത്തിൽ നിന്ന് രക്തത്തിലേക്ക് കലരുന്ന നോൺ ഇന്ദ്രിയമല്ലാതെ രക്തത്തിൽ നിന്ന് രക്തത്തിലേക്ക് കലരുന്ന ചില കണങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ പഠനത്തിൽ അദ്ദേഹത്തിന് തെളിഞ്ഞു. അപ്പൊ ഈ കണങ്ങൾ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നത് പുറത്താവണ്ടേ? അന്യന്റെ ഒരു സംഗതി ശരീരത്തിലേക്ക് കയറിയാൽ പിന്നെ അത് പുറത്താവണം. മനുഷ്യൻ സ്വതന്ത്രനാണ്. ഈ ലോകത്ത് ആണും പെണ്ണും സ്വതന്ത്രരാണ്. അള്ളാഹ് ഒരാളുടെയും ഭാരം മറ്റൊരാള് ഭാരം എന്ന് പറയുന്ന പാപഭാരം മാത്രമല്ല, മറ്റൊരു ഭാരം ഉണ്ടാവില്ല. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോകുന്നതൊക്കെ അതിന്റെ സമയമാകുമ്പോൾ അകത്തേക്ക് പോകുന്നതൊക്കെ സമയമാകുമ്പോൾ പുറത്തേക്ക് പോകും. അതാണ് അതിന്റെ രീതി. ആ രീതി വെച്ചുകൊണ്ട് ഇതെപ്പോഴാ പുറത്തു പോകുന്നത്? അദ്ദേഹത്തിന്റെ പഠനത്തിൽ അദ്ദേഹം ഐൻസ്റ്റീൻ റിസർച്ച് സെന്ററിൽ നിന്ന് കണ്ടെത്തി. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം കണ്ടെത്തിയത് 3 ശുദ്ധികാലത്തോടു കൂടിയാണ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ഇത് പുറത്തു പോകുന്നത് എന്ന്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 3 ശുദ്ധികാലത്തോടു കൂടിയാണ് സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് രക്തത്തിൽ നിന്ന് പുറത്തു പോകുന്നത് എന്ന് കണ്ടെത്തി. അദ്ദേഹം ഉടനടി പുരാണങ്ങൾ തെരഞ്ഞു. കഴിഞ്ഞുപോയ ഏതെങ്കിലും ഗ്രീക്ക് പുരാണങ്ങളോ തത്വങ്ങളോ എവിടെയെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? ഈ നിയമത്തിന്റെ പേറ്റന്റ് എനിക്ക് അവകാശപ്പെടാൻ സാധിക്കുമോ? എവിടെയെങ്കിലും ഉണ്ടോ ഈ ശാസ്ത്രം? എവിടെയില്ല. അയാൾ എല്ലാ വേദഗ്രന്ഥങ്ങളും പരതി എന്നാണ്. ഒടുക്കം ഖുർആൻ എടുത്ത് വായിച്ചപ്പോ പരിശുദ്ധ ഖുർആനിന്റെ ഓരോ അധ്യായങ്ങളിലും 58-ാം അധ്യായം പോലെയുള്ള അധ്യായങ്ങളിൽ ഈ വിഷയം 6-ാം നൂറ്റാണ്ടിൽ ഒരു ബൈനോക്കുലർ പോലും ഇല്ലാത്ത കാലത്ത് നിരക്ഷരനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തെ ഉദ്ധരിക്കാൻ വേണ്ടി, ഈ ലോകത്തെ സംസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത ആയിരക്കണക്കിന് നിയമങ്ങളിൽ ഒരു നിയമമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്: പെണ്ണേ, നീ കാത്തിരിക്കണം. അത് ഗർഭം മാത്രമല്ല, നീ ഫ്രീ ആവാനാണ്.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ റോബർട്ട് ഗിൽഹം ഇന്ന് മുസ്ലിമാണ് എന്ന് പറയുന്നു. എങ്ങനെ മുസ്ലിം ആകാതിരിക്കും? അതുകൊണ്ട് ഞാൻ ഈ സദസ്സിനോട് പറയുന്നു, ഇസ്ലാം വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹ് വഹുവ മുഹ്സിൻ. ബേജാറാവണ്ട. മുസ്ലിമായി മുഅ്മിനായി ലോകത്ത് എന്തൊക്കെ വിസ്ഫോടനങ്ങൾ നടക്കട്ടെ, സമുദായത്തിൽ എന്തൊക്കെ അനാവശ്യങ്ങൾ ചർച്ച ചെയ്യപ്പെടട്ടെ, വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹ്, അള്ളാന്റെ നേരെ തിരിയെ. നമ്മൾ 5 വക്ത് നിസ്കരിക്കാൻ അറിയുന്നവരല്ലേ നിങ്ങൾ? റമളാന് വന്നാൽ നോമ്പ് നോൽക്കാൻ അറിയുന്നവരല്ലേ നിങ്ങൾ? അല്ലേ? ഉള്ള മുതലിന് സകാത്ത് കൊടുക്കണമെന്ന് അറിയുന്നവരല്ലേ നിങ്ങൾ? അറിയും. നമുക്ക് ഹജ്ജ് കർമ്മത്തിന്റെ മാഹാത്മ്യം അറിയുന്നവരല്ലേ നമ്മൾ? ഈമാന് കാര്യങ്ങളിൽ 6 പഠിപ്പിക്കപ്പെട്ടതിൽ മലക്കുകളും അതേപോലെയുള്ള എല്ലാ സംഗതികളും ഉണ്ട് എന്നറിയുന്നവരല്ലേ നമ്മൾ? അതിനപ്പുറത്തേക്കുള്ള ഒരു ചർച്ചയിലേക്ക് നിങ്ങൾ പോവണ്ട. പടച്ചോനെ റബ്ബേ, എനിക്ക് സ്വർഗം കിട്ടാവുന്ന, സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് വിദൂരമാവുകയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും പഠിപ്പിക്കപ്പെട്ട ദീനും ഇസ്ലാമും നമ്മുടെ അരികിലുണ്ടാവുമ്പോൾ അനാവശ്യമായ ഒരു ചർച്ചയിലേക്കും പോവാതെ ദീന് എന്ന് പറയുന്നത്, മതം എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു മുത്തുമൊഴി നിങ്ങളുടെ മനസ്സുകളിലേക്ക് പകർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ ഖുതുബ അവസാനിപ്പിക്കുകയാണ്. ഞാൻ എല്ലാ പ്രസംഗങ്ങളിലും ആമുഖമായി പറയുന്നതാണ്. ഇന്നെന്തോ എനിക്ക് ആമുഖമായി പറയാൻ കഴിഞ്ഞില്ല. അവസാനമായി ഒരു വസിയത്തായിട്ട് ഞാനിവിടെ വന്നു എന്നതിനും നിങ്ങളോട് ഞാൻ പ്രസംഗിച്ചു എന്നതിനും അല്ലാഹു മഷ്ഹദ്, അല്ലാഹു സാക്ഷിയ, ഞാൻ അവസാനം ഒരു വസിയത്തായിട്ട് നമ്മുടെ റസൂൽ നമ്മൾ പഠിപ്പിച്ച സഫായുടെ മലമുകളിൽ കയറിയിട്ട് എന്താണ് ദീന് എന്ന് പറയാൻ ഞാൻ വന്നു, ഞാൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ട്, അന നബിയൻ, ഞാൻ നബിയാണ്, ലാ കദിബ്, കള്ളനല്ല, ഞാൻ നബിയാണ്, അനബിന് അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനായ നിങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനും പ്രവാചകനുമാണ്. അതുകൊണ്ട് എനിക്കെന്താണ് പറയാനുള്ളത് എന്ന് നിങ്ങൾ കേൾക്കുക. ഞാൻ നിങ്ങളിലേക്ക് വന്ന പ്രവാചകനാണെന്ന് പറഞ്ഞിട്ട് ആ അള്ളാഹുവിന്റെ റസൂൽ സഫായുടെ മലമുകളിൽ കയറി ലോകത്തോട് സംസാരിച്ചു. അത് പ്രതിധ്വനിക്കട്ടെ നമ്മുടെ ഹൃദയങ്ങളിലും കാതുകളിലും. ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ അല്ലാഹു മഷ്ഹദ്, പടച്ചവൻ സാക്ഷിയ, ദീന് എന്നതിനെ ഒരു ഒറ്റമൂലിയായി നിങ്ങൾക്ക് കാണാം. ദീന് എന്നത് ഒരു നല്ല പ്യുവർ വാട്ടർ, ഒരു ഗ്ലാസ് പ്യുവർ വാട്ടർ ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ കാണാവുന്ന ഒരു ഹദീസാണത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറയുന്നു, വല്ലാഹി, അല്ലാഹു തന്നെയാണെങ്കിൽ സത്യം, വല്ലാഹി, അല്ലാഹു തന്നെയാണെങ്കിൽ സത്യം, അന നബിയുൻ, ഞാൻ നബിയാണ്, ലാ കദിബ്, കള്ളനല്ല, ഞാൻ നബിയാണ്. ആര് നിങ്ങളോട് കളവ് പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കളവ് പറയൂല. ആര് നിങ്ങളെ വഞ്ചിച്ചാലും ഞാൻ നിങ്ങളെ വഞ്ചിക്കൂല. കാരണം ഞാൻ നിങ്ങൾക്ക് അല്ലമീനാണ്. 40 വയസ്സുവരെ നിങ്ങളുടെ ശ്വാസത്തിന്റെ മിടിപ്പ് അറിഞ്ഞുകൊണ്ട് ജീവിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് വല്ലാഹി, അല്ല തന്നെയാണെങ്കിൽ സത്യം, വല്ലാഹി ലാ ഇലാഹ ഇല്ലാ ഹുവ, ആ പടച്ചവനല്ലാതെ ഒരു ഇലാഹ് നിങ്ങൾക്കില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. ദീൻ എന്താണ് എന്നതിന് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞാൽ, നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇനി 21-ാം നൂറ്റാണ്ടിൽ എഴുതാം, ധൈര്യത്തിൽ എഴുതാം, വല്ലാഹി, അല്ലാഹു തന്നെയാണെങ്കിൽ സത്യം, ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ഇലാഹും നിങ്ങൾക്കില്ല. അത് ബുദ്ധിയാണ്, അത് മനസ്സിന്റെയും ബുദ്ധിയുടെയും തേട്ടമാണ്. ലോകത്തിന്റെ ഏറ്റവും വലിയ നീതിയുടെ പ്രഖ്യാപനമാണ്, പ്രപഞ്ചത്തിന്റെ മുദ്രാവാക്യമാണ്. അള്ളാഹുവാണ് നമ്മുടെ ഇലാഹ് എന്നത്. അള്ളാഹു അതിൽ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ, ഉറപ്പിക്കുമാറാവട്ടെ. അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല നിങ്ങൾക്ക്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ഖാസ്സ വ ഇലന്നാസി കാഫ, ഞാൻ നിങ്ങളിലേക്കും ലോകത്തേക്കും വന്ന പ്രവാചകനാണ്. ഞാൻ നിങ്ങൾക്ക് വന്നവനാണ്. നിങ്ങൾക്ക് വന്നതുപോലെ തന്നെ ലോകത്തിനും ഒരു വെളിച്ചമായി വന്നതാണ്. ഞങ്ങളുടെ പ്രവാചകൻ മാത്രമല്ല, ഞാൻ ഈ ലോകത്തിന്റെ പ്രവാചകനാണ്. ഞാൻ ഈ ലോകത്തിന്റെ റഹ്മത്താണ്, റഹ്മത്തുൽ ലിൽ ആലമീൻ. നിങ്ങൾക്ക് മാത്രമൊന്നല്ല, ഞാൻ ലോകത്തിന് വന്ന പ്രവാചകനാണ്. അതുകൊണ്ട് എനിക്ക് എന്താ പറയാനുള്ളത്? ലോകത്തിന്റെ മോചനത്തിന്റെ മുദ്രാവാക്യമാണ് എന്റെ സമുദായം, എന്റെ സമുദായം, എന്റെ സമുദായം എന്നായിരുന്നില്ല അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. സലാം പറയുന്നത് പോലെ നിങ്ങൾ അറിയുന്നവരോടും അറിയാത്തവരോടും പറയണമെന്നതിന്റെ ആ വാക്യത്തിന്റെ മഹാത്മ്യത എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഗ്രൂപ്പ് നോക്കിയും ആളെ നോക്കിയും സലാം പറയുന്ന ഹതഭാഗ്യതയില്ലെന്ന് അള്ളാഹുവേ, ഈ സമുദായത്തെ നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ.
ആ റസൂലുള്ള പഠിപ്പിച്ച ദീൻ വളരെ സുന്ദരമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വല്ലാഹി വല്ലാഹി, അല്ലാഹു തന്നെയാണെങ്കിൽ സത്യം, വല്ലാഹി വല്ലാഹി ലതമൂതുന്ന കമാ തനാമൂൻ, വല്ലാഹി ലതമൂതുന്ന കമാ തനാമൂൻ വലതുബഅസുന്ന കമാ തസ്തൈഖിലൂൻ. അല്ലാഹുവിന്റെ റസൂൽ ദീൻ എന്താണെന്ന് പറയുന്നു. നിങ്ങൾ ഉറങ്ങാറില്ലേ? ഉണ്ട്, ഉറങ്ങാറുണ്ട്. ഞങ്ങൾ ഇവിടെ കടന്നു പോലും പല ആൾക്കാരും ഉറങ്ങുന്നുണ്ട്. എന്നിട്ടാണ് ഈ ഉറങ്ങാറുണ്ടോന്ന് ചോദിക്കുന്നത്. ഞങ്ങൾ ഉറങ്ങാറുണ്ട്. ആ ഉറങ്ങുന്നത് പോലെ നിങ്ങളറിയാതെ നിങ്ങൾ ഉറക്കിലേക്ക് വഴുതി പോകുന്നില്ലേ? ഈ പ്രസംഗത്തിന്റെ ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഉറങ്ങണമെന്ന് നിങ്ങൾ ആരും വിചാരിക്കൂല, എനിക്ക് ഉറപ്പാണ്. പല ക്ഷീണങ്ങൾ കൊണ്ടാണ്. അള്ളാഹു നമ്മുടെ ആരോഗ്യത്തെ ആഫിയത്തിൽ അടിസ്ഥാനപ്പെടുത്തി നിലനിർത്തുമാറാവട്ടെ. ഉറങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, ഉറങ്ങിപ്പോവാണ്. അങ്ങനെ ഉറങ്ങിപ്പോറില്ലേ? അതേപോലെ ഞാനും നിങ്ങളും മരിക്കും. നിങ്ങളറിയാതെ നിങ്ങൾ ഉറങ്ങിപ്പോകുന്നത് പോലെ, നിങ്ങൾ ഉറങ്ങിപ്പോകുന്നത് പോലെ വല്ലാഹി ലതമൂതുന്ന കമാ തനാമൂൻ, നിങ്ങൾ ഉറങ്ങുന്നത് പോലെ മരിക്കും എന്ന് പറയാനാണ് ഞാൻ പ്രവാചകനായി കടന്നു വന്നത്. വലതുബഅസുന്ന, ആ നിങ്ങളെ നാം പുനർജീവിപ്പിക്കും. എഴുന്നേൽക്കടാ എന്ന് പറയും, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയടാ എന്ന് അല്ലാഹു പറയും. വലതുബഅസുന്ന കമാ തസ്തൈഖിലൂൻ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ വളരെ ലളിതവും എന്നാൽ വളരെ വളരെ നല്ല രൂപത്തിലും അല്ലാഹു നിങ്ങളെ ആ പുനർജീവനം എന്ന് പറയുന്ന മരണത്തിൽ നിന്ന് നിങ്ങളെ പുനർജീവിപ്പിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് വലതുഹാസബുന്ന ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് അല്ലാഹു നിങ്ങൾ വിചാരണ ചെയ്യും. വലിതുജ്സഉന്ന ബിഇഹ്സാനിൻ ഇഹ്സാന വബിസ്സൂഇൻ സൂഅ ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ആർ ഒരു അണുമണി തൂക്കം നന്മ ചെയ്തുവോ അതവൻ അനുഭവിക്കും. ആർ ഒരു അണുമണി തൂക്കം തിന്മ ചെയ്തുവോ അതും അവൻ അനുഭവിക്കും. അനുഭവിക്കണം, അനുഭവിച്ചേ മതിയാവൂ. അപ്പോഴാണ് ഈ ജീവിതം പൂർത്തിയാവുന്നത്. ആ ബോധത്തോടുകൂടി പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പറഞ്ഞു, ഉറങ്ങുന്നത് പോലെ മരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. ആ ഉറക്കിൽ നിന്ന് നിങ്ങൾ അല്ലാഹു പുനർജീവിപ്പിക്കും. ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ അല്ലാഹുവേ റഹ്മാനായ നാഥ, ഈ ചിന്തയിലൂടെ ഇസ്ലാമിനെ നിലനിർത്തുവാൻ, ഈ ചിന്തയിലൂടെ ഇസ്ലാമിനെ മനസ്സിലും സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും നിലനിർത്തുവാൻ ഈ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്കും ഈ പ്രസംഗത്തെ അരികിൽ നിന്നും അകലകളിൽ നിന്നും കേട്ട മുഴുവൻ മനുഷ്യ മക്കൾക്കും അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ നീ അതിനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് അരുതായ്മകൾ ചെയ്തു പോകുന്നവരാണ് നാഥ. ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ് തമ്പുരാനെ. ആ അരുതായ്മകൾ മറക്കാൻ കഴിവുള്ളവനും പൊറുക്കാൻ കഴിയുന്നവനും നീ മാത്രമാണ് തമ്പുരാനെ. അല്ലാഹുവേ, പാപികളായ ഞങ്ങളോട് പൊറുക്കണേ റബ്ബേ, പൊറുക്കണേ റബ്ബേ, ഞങ്ങൾക്ക് മാപ്പാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പല പ്രയാസങ്ങൾ കൊണ്ടും ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, മാനസികമായ പ്രയാസങ്ങളുണ്ട്, ശാരീരികമായ പ്രയാസങ്ങളുണ്ട്, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്. അല്ലാഹുവേ, മുഴുവൻ ആളുകൾക്കും നിന്റെ ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, മരണം എന്നത് സുനിശ്ചിതമാണ്, നീ തീരുമാനിച്ചു വെച്ചതാണെന്ന് ഞങ്ങൾക്കറിയാം റബ്ബേ. ആ മരണത്തെ എളുപ്പമുള്ള രൂപത്തിൽ, മരണവേദന എളുപ്പമുള്ള രൂപത്തിൽ, മരണവേദനയുടെ ലഘൂകരണത്തിലൂടെ അല്ലാഹുവേ നീ എപ്പം തിരിച്ചു വിളിച്ചാലും കലിമത്തു തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അത് ചൊല്ലി പറഞ്ഞുകൊണ്ട് ഈ ദുനിയാവിനോട് വിട പറയാനുള്ള തൗഫീക്ക് അർഹമുറാഹിമായ നാഥ നീ ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഭീകരമായ രോഗങ്ങൾ, വളരെ മോശപ്പെട്ട രോഗങ്ങൾ നാടിന്റെ നാനാഭാഗങ്ങളിലുമുണ്ട് റബ്ബേ. ആ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും അല്ലാഹുവേ നീ കാത്തു സൂക്ഷിക്കണേ, കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ നീ കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ നീ കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അല്ലാഹുവേ, കിഡ്നിയുടെ രോഗങ്ങൾ സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. അല്ലാഹുവേ, അതൊന്നും നൽകി നീ ഞങ്ങളെ പരീക്ഷിക്കരുതേ തമ്പുരാനെ. അല്ലാഹുവേ, അത് നൽകി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും നൽകി പരീക്ഷിക്കരുതേ തമ്പുരാനെ. എപ്പം നീ ഞങ്ങളെ തിരിച്ചു വിളിച്ചാലും ഞങ്ങൾ വരാൻ സന്നദ്ധരാണ്. അല്ലാഹുവേ,
ആയുരാരോഗ്യ ബലം നൽകിയിട്ട് പടച്ചോനെ ഈമാനോടുകൂടി ആഫിയത്തിന് നൽകണേ റബ്ബേ, ആരോഗ്യത്തിന് നൽകണേ റബ്ബേ, ആയുസ്സിന് നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്റെ കാരുണ്യം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ ഇസ്ലാമിന്റെ അനുയായികൾ എന്ന നിലക്ക് ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് പറഞ്ഞ് ഒരുമിച്ച് അഭിപ്രായങ്ങൾ പങ്കിട്ട് ഒരുമിച്ച് ഐക്യത്തോടുകൂടി മുമ്പോട്ട് പോവാൻ അല്ലാഹുവേ ഞങ്ങളുടെ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും സമുദായത്തിന്റെ മുഴുവൻ ആളുകൾക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ ഇസ്ലാമും മുസ്ലിമീങ്ങളും വേട്ടയാടപ്പെടുന്നു റബ്ബേ. ആ വേട്ടയാടപ്പെടുന്ന മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും ന്യൂനപക്ഷത്തെയും നിരപരാധികളെയും അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ ഭീകരവാദികളിൽ നിന്നും ഫാസിസ്റ്റുകളിൽ നിന്നും അതേപോലെ തീവ്രവാദികളിൽ നിന്നും പടച്ചോനെ ഈ ന്യൂനപക്ഷത്തെ നീ കാത്തുകൊള്ളണമേ തമ്പുരാനെ. അല്ലാഹുവേ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾ ചെയ്യുന്ന ഏർപ്പാടുകളിൽ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അല്ലാഹുവേ അവർക്ക് അവരുടെ രോഗത്തെ ശിഫപ്പെടുത്തി കൊടുക്കണേ റബ്ബേ. അവരുടെ പ്രയാസങ്ങളെ നീ ശിഫപ്പെടുത്തണേ തമ്പുരാനെ. അവർക്കും ഞങ്ങൾക്കും ആരോഗ്യത്തോടുകൂടി നിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اغفر لنا يا غافر المذنبين، اللهم اغفر لنا يا غافر المذنبين. اللهم ارحم موتنا وموتى المسلمين، اللهم ارحم موتنا وموتى المسلمين. اللهم هون علينا سكرات الموت، اللهم هون علينا سكرات الموت، اللهم هون علينا سكرات الموت. اللهم ارحم أهل القبور المؤمنين، اللهم ارحم أهل القبور الموحدين، اللهم ارحم أهل القبور المسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما، وجعلنا للمتقين إماما، وجعلنا للمتقين إماما. اللهم افتح لنا فتحا مبينا، اللهم افتح لنا فتحا مبينا. اللهم دمر أعداء الدين، اللهم دمر أعداء الدين، اللهم دمر أعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، وقنا عذاب النار، وقنا عذاب النار، وقنا عذاب النار. اللهم تقبل الدعاء، اللهم تقبل الدعاء، اللهم تقبل الدعاء. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على خير خلقه وصحبه أجمعين، وسلام على المرسلين والحمد لله رب